പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ജനസംസ്കൃതത്തിലെ പുറത്തുനിന്ന് വാഴണമേ. ഇന്ന് പരിശുദ്ധ കുർബാനയെ കുറിച്ച് സഭാപിതാക്കന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, ആദിമ സഭയുടെ ഈ പിതാക്കന്മാരാണ് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനപ്പെട്ടത്. വിശുദ്ധ വ്യാഖ്യാനത്തില് വിവിധ രഹസ്യങ്ങൾ വിശദീകരിച്ചു തന്നത്. അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആദിമ സഭാപിതാക്കന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ബഹുമാനപ്പെട്ട തോമസ് കുഴിപ്പിലച്ചനാണ്. റോമിലെ സഭാപിതാക്കന്മാർക്ക് വേണ്ടി മാത്രം, പഠനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു യൂണിവേഴ്സിറ്റി, അഗസ്റ്റീനിയാനം എന്നാണ് അതിന്റെ പേര്. അവിടെ പഠിച്ചിട്ടുള്ളവർ നമ്മുടെ സഭയിൽ വളരെ ചുരുക്കം പേരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വളരെ പ്രശംസനീയമായ വിധം നമ്മുടെ പൗരസ്ത്യ സഭാപിതാക്കന്മാരിൽ ആഴമായ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടി ചങ്ങനാശ്ശേരി അഭിമുഖക്കാരനായ തോമസ് അച്ഛൻ അനേക വർഷങ്ങളായിട്ട് വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ പഠിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് പൗരസ്ത്യ വൈസ് പ്രസിഡന്റാണ്. അതിനു മുൻപ് കുന്നോത്ത് ബിഷപ്പ് സെമിനാരിയിലായിരുന്നു. പിന്നെ ഈ സെമിനാരികളിലല്ല, മറ്റു പല സ്ഥാപനങ്ങളിലും അച്ഛൻ ഇപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമുക്ക് സ്നേഹപൂർവ്വം തോമസിനെ സ്വാഗതം ചെയ്യാം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, മെഗാട്ടുകുന്നേരച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന വിഷയം വിശുദ്ധ കുർബാനയെ കുറിച്ച് ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച സഭാപിതാക്കന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള ആദിമ സഭയിലെ പണ്ഡിതരായ വിശുദ്ധരായ പിതാക്കന്മാർ കുർബാനയെ എങ്ങനെ മനസ്സിലാക്കി, കുർബാനയെ എങ്ങനെ അവതരിപ്പിച്ചു. കാരണം അത് നമ്മുടെയും അടിസ്ഥാനമാണ്. ഇതിന് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പദങ്ങൾ നമ്മൾ സുറിയാനി കുർബാന എന്ന് പറയും. ഏറ്റവും ആരംഭത്തിലെ സഭ ഉപയോഗിച്ച പദങ്ങൾ, ഈ കുർബാനയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദങ്ങൾ, ഒന്ന് യൂക്രിസ്റ്റ്, ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് യൂക്കറിസ്റ്റ്. യൂക്കറിസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഗ്രീക്കിൽ നിന്ന് വരുന്നതാണ്. നന്ദി പ്രകാശനം, കൃതജ്ഞത അർപ്പിക്കൽ എന്നാണ്. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ നന്ദി പ്രകാശനമാണ്. ഈശോ മിശിഹായിലൂടെ നമുക്ക് കൈവന്ന രക്ഷയെ പ്രതി പിതാവായ ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നു. രണ്ടാമത്തെ പദം അപ്പം മുറിക്കൽ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ആദ്യത്തെ 2-3 നൂറ്റാണ്ടുകളിൽ ഈ അപ്പം മുറിക്കൽ എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു. അപ്പം മുറിക്കൽ എന്ന് വെച്ചാൽ അത് ബലിയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു പദമാണ്. പഴയ നിയമത്തിലെ ബലി അത് കുഞ്ഞാടിന്റെ ബലിയർപ്പണമാണ്.
കുഞ്ഞാടിനെ ബലിയായി അർപ്പിച്ചു. ആ കുഞ്ഞാട് മുറിക്കപ്പെട്ടു. പുതിയ നിയമ കുഞ്ഞാട് ഈശോയാണ്. ഈശോ കുരിശിൽ മുറിക്കപ്പെട്ടു. അതിന്റെ തുടർച്ചയായിട്ടാണ് അപ്പം മുറിക്കൽ എന്ന പദം ആദ്യ നൂറ്റാണ്ടിലെ സഭ ഉപയോഗിച്ച് പോന്നത്. 4-5 നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിരുന്ന, പ്രത്യേകിച്ച് ഗ്രീക്ക് സഭയുടെ പാരമ്പര്യത്തിൽ, സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുമുണ്ട്, ഉപയോഗിച്ചിരുന്ന പദം മിസ്റ്ററീസ്, രഹസ്യങ്ങൾ. വിശുദ്ധ കുർബാന രഹസ്യങ്ങളുടെ അനുസ്മരണമാണ്, അല്ലെങ്കിൽ ആഘോഷമാണ്. അതിനെയാണ് നമ്മൾ സുറിയാനിയിൽ പറയുന്നത് റാസ. റാസ എന്ന പദത്തിന്റെ അർത്ഥം മിസ്റ്ററീസ് എന്നാണ്. അത് മറ്റൊന്നുമല്ല, പെസഹായുടെ രഹസ്യങ്ങൾ. പെസഹായുടെ രഹസ്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പെസഹ ഈശോയുടെ കുരിശ് മരണവും ഉയർക്കുക. നമ്മുടെ പെസഹ കുഞ്ഞാട് ഈശോ തന്നെയാണ്. അതുകൊണ്ട് ആ രഹസ്യങ്ങളുടെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. നമ്മുടെ കർത്താവിന്റെ മരണവും ഉയർപ്പുമാകുന്ന മഹാരഹസ്യങ്ങളുടെ അനുസ്മരണമാണ്. അതുകൊണ്ട് 4-5 നൂറ്റാണ്ടുകളിൽ മിസ്റ്ററീസ് അഥവാ രഹസ്യങ്ങൾ എന്ന് വിശുദ്ധ കുർബാനയെ വിളിച്ചു. പാശ്ചാത്യ സഭയുടെ പാരമ്പര്യത്തിൽ 4-ാം നൂറ്റാണ്ട് മുതൽ, മിലാനിലെ വിശുദ്ധ അംബ്രോസ് മുതൽ, അംബ്രോസ് ആണ് ആദ്യമായി ഞാൻ ഈ പറയുന്ന പദം ഉപയോഗിക്കുന്നത്. മാസ്, നമ്മളെ ലത്തീൻ സഭയിൽ ഇന്ന് ഉപയോഗിക്കുന്ന പദം ഇതാണ്, മാസ്. അതൊരു ലത്തീൻ വാക്കാണ്. മിസ്സ, MISS. മിസ്സ എന്ന് വെച്ചാൽ മിത്തരെ, അയക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയുടെ അവസാനം ലത്തീൻ ക്രമത്തില് വൈദികൻ വിശ്വാസികളെ അയക്കുകയാണ്. കുർബാനയിൽ പങ്കെടുത്ത ജനത്തെ അയക്കുകയാണ്. എന്ന് വെച്ചാൽ കുർബാന കഴിഞ്ഞു, കുർബാനയുടെ ചൈതന്യം ഇനിയും നിങ്ങൾ ജീവിക്കണം. കുർബാനയും ജീവിതവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കപ്പെടുന്ന പദമാണ് മാസ്. ലത്തീനിൽ മിസ്സ, മിസ്സ ഇംഗ്ലീഷിൽ മാസ്. ഈ പദങ്ങളെ എല്ലാം നമ്മൾ വിശകലനം ചെയ്താൽ, ഈ ആദിമ സഭ ഉപയോഗിച്ച, പിതാക്കന്മാർ ഉപയോഗിച്ച ഈ പദങ്ങളെ എല്ലാം വിശകലനം ചെയ്താൽ നമുക്കറിയാം, ഇവിടെ എല്ലാം നിഴലിക്കുന്ന ഒരു ചിന്തയാണ്. വിശുദ്ധ കുർബാന ബലിയാണ്. ഈ പദങ്ങളുടെ എല്ലാം സാരാംശം, സംഗ്രഹം എന്ന് പറയുന്നത് ഈ ഒരു ആശയമാണ്, ബലി. പഴയ നിയമം എടുത്താൽ ഈ ബലി എന്നുള്ള കാഴ്ചപ്പാട് ശക്തമാണ്. ബലിയുടെ പൂർണ്ണതയാണ് ഈശോ കുരിശിൽ അർപ്പിച്ച ബലി. ഈശോ കുരിശിൽ അർപ്പിച്ച ആ ബലി, അതിന്റെ അനുസ്മരണം, അനംനെസിസ് എന്ന് പറയും. അതാണ് വിശുദ്ധ കുർബാന. ഓരോ വിശുദ്ധ കുർബാനയുടെ അർപ്പണവും ബലിയാണ്. ഓരോ വിശുദ്ധ കുർബാനയും ബലിയാണ്. കർത്താവിന്റെ കുരിശിലെ ബലി. ഇനി അതുകൊണ്ടും തീരുന്നില്ല.
ഈ ബലി എന്ന് പറയുന്നത് ജീവിത ബന്ധിയാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബലിയർപ്പണമാണ്. നമ്മുടെ ജീവിതം ബലിയാണ്. അതുകൊണ്ട് കുരിശിലെ ബലി, വിശുദ്ധ കുർബാനയാകുന്ന ബലി, നമ്മുടെ ജീവിതമാകുന്ന ബലി, ഇത് പരസ്പര ബന്ധിതമാണ്. ജീവിതത്തിൽ ബലി അർപ്പിക്കാത്തവന് വിശുദ്ധ കുർബാനയാകുന്ന ബലിയിൽ പങ്കുചേരാൻ സാധിക്കുകയാണ്. വിശുദ്ധ കുർബാന കാൽവരിയിലെ കർത്താവിന്റെ ബലിയാണ്. ആദിമസഭയിലെ പിതാക്കന്മാര് ഊന്നൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്ന സംഗതിയാണ് ഇത്, ബലി എന്നുള്ള കാഴ്ചപ്പാട്. ഇനി ഞാൻ ഓരോ പിതാക്കന്മാരിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഞാനിത് ആവർത്തിക്കുന്നില്ല, എങ്കിലും ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം. ബലി എന്നുള്ള ആ കാഴ്ചപ്പാട് സഭാപിതാക്കന്മാരുടെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിട്ടുള്ള പ്രബോധനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ. ഏറ്റവും ആദ്യത്തെ രേഖ, ഒന്നാമത്തെ രേഖ ദിഡാക്കെ എന്ന് പറയും ഗ്രീക്ക്. അതിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ഇങ്ങനെയാണ്: 12 ശ്രീഹന്മാരുടെ പ്രബോധനം. ദിഡാക്കെ എന്ന് വെച്ചാൽ പ്രബോധനമാണ്. പുതിയ നിയമം കഴിഞ്ഞാൽ സഭയിലെ ആദ്യത്തെ രേഖ ദിഡാക്കെയാണ്. ആ പ്രബോധനം എന്ന് പറയുന്നത് ലിറ്റർജിയിൽ, വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. ദിഡാക്കെ 16 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു രേഖയാണ്. തുടർന്ന് നമ്മൾ വരുന്നത് ഏതാണ്ട് ദിഡാക്കെ, അത് ഞാൻ വർഷമൊക്കെ പിന്നീട് പറഞ്ഞതാണ്, ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞു. രണ്ടാമത്തേത് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അന്ത്യോക്യയിൽ ജീവിച്ച സഭാ പിതാവാണ് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്. തുടർന്ന് 2-ാം നൂറ്റാണ്ട് അവസാനം ജീവിച്ച വലിയ സഭാപിതാവാണ് ഇരണേയൂസ് ഓഫ് ലയൺസ്. ഈ രണ്ടു പേര്, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്, ലയൺസിലെ ഇരണേയൂസ്, നോക്കണം സഭയുടെ ആരംഭകാലമാണ്, 2nd സെഞ്ച്വറിയാണ്. അന്ന് നിലവിലിരുന്ന ഒരു അബദ്ധ പ്രബോധനങ്ങള് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഹെരസി. എപ്പോഴും ഹെരസികള്, അബദ്ധ പ്രബോധനങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ അബദ്ധ പ്രബോധനം അത് ജ്ഞാനവാദം എന്ന് പറയും. നമ്മള് ഇംഗ്ലീഷിൽ നോസ്റ്റിസിസം. അത് സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ കാണുന്ന ഭൗതിക ലോകം തിന്മയാണോ എന്നുള്ള ഒരു ചിന്ത. ഭൗതികമായിട്ടുള്ളതെല്ലാം തിന്മ, ആത്മീയത അതിനപ്പുറം, അത് മറ്റൊരു ലോകം. പദാർത്ഥം അല്ലെ മാറ്റർ തിന്മയാണെങ്കിൽ മനുഷ്യാവതാരമില്ല. പദാർത്ഥം തിന്മയാണെങ്കിൽ വിശുദ്ധ കുർബാനയില്ല. കാരണം വിശുദ്ധ കുർബാന അപ്പവും വീഞ്ഞും പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഈ അബദ്ധ സിദ്ധാന്തത്തെ ഖണ്ഡിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം സ്ഥാപിച്ച
രണ്ട് വലിയ പിതാക്കന്മാരാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസും ലയൻസിലെ വിശുദ്ധ ഇരണേയൂസും. ഇനി 2-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ എന്ന് വെച്ചാൽ ഏകദേശം 150കളിൽ ജീവിച്ച, റോമിൽ ജീവിച്ച ജസ്റ്റിൻ എന്നുള്ള പേര് നിങ്ങൾക്ക് ഫമിലിയർ ആണല്ലേ? ഇന്നും ജസ്റ്റിൻ എന്നുള്ള പേര് ഒത്തിരി പേർക്കുണ്ട്. ചരിത്രത്തിലെ, സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ജസ്റ്റിൻ, രക്തസാക്ഷിയായ ജസ്റ്റിൻ ഈ 2-ാം നൂറ്റാണ്ടില് റോമിലെ പാരമ്പര്യം എടുത്തു കാണിക്കുന്നുണ്ട്. റോമാസഭയുടെ കുർബാന അനുഷ്ഠാനവും ആ ദൈവശാസ്ത്രവും പ്രത്യേകമായി പഠിപ്പിക്കുന്നയാളാണ് രക്തസാക്ഷിയായ ജസ്റ്റിൻ. നമ്മളിപ്പം 3 സെറ്റുകൾ കണ്ടു. ആദ്യത്തേത് ഡിഡാക്കെ, രണ്ടാമത്തേത് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസും ഇരണേയൂസും, മൂന്നാമത്തേത് ജസ്റ്റിന്റെ പ്രബോധനം. ഇത് റോമൻ പാരമ്പര്യം അദ്ദേഹത്തിന്റെ അപ്പോളജിയിൽ എടുത്തു കാണിക്കുന്നു എന്ന് മാത്രം. ഇനി 3-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് അന്നത്തെ റോമൻ ആഫ്രിക്കയിൽ, വടക്കേ ആഫ്രിക്കയിലെ കാർത്തേജിലെ മെത്രാനായിരുന്ന സിപ്രിയാൻ, towards the middle of the 3rd century, ഈ സിപ്രിയാൻ സഭയെ അവതരിപ്പിക്കുന്നത്, സഭ എന്നുള്ള ആ രഹസ്യം, കർത്താവിന്റെ സഭയെ അവതരിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയാണ്. സഭ ഒന്നേ ഉള്ളൂ, കർത്താവ് ഒന്നേ ഉള്ളെങ്കിൽ സഭ ഒന്നേ ഉള്ളൂ. ആ സഭയുടെ ഐക്യം, യൂണിറ്റി ഓഫ് ദ ചർച്ച്, അത് പ്രകാശിതമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ഇത് പിൽക്കാല പിതാക്കന്മാരെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. സഭയാകുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. സഭയുടെ ഐക്യം, യൂണിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നത്, പ്രകടമാകുന്നത് വിശുദ്ധ കുർബാനയാണ്. പാശ്ചാത്യ സഭാപിതാവാണ് സിപ്രിയാൻ. ഇതേ ആശയം പിന്നീട് 5-ാം നൂറ്റാണ്ടിൽ ശക്തമായി അവതരിപ്പിച്ച ഒരു വലിയ സഭാപിതാവുണ്ട്, വിശുദ്ധ അഗസ്തീനോസ്. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയില്ല. സഭയെ സഭയാക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. സഭയുടെ സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ പ്രകാശനമാണ് വിശുദ്ധ കുർബാന. അത് അഗസ്തീനോസ് തന്നെയല്ല, പൗരസ്ത്യ പിതാക്കന്മാരും വിശുദ്ധ കുർബാനയെ അവതരിപ്പിച്ചിരിക്കുന്നത് സഭയോട് ബന്ധപ്പെടുത്തി ആണ്. ഇനി 5-ാം നൂറ്റാണ്ടിലേക്ക്, 4ഉം 5ഉം, 5-ാം നൂറ്റാണ്ടിലെ ഗ്രീക്ക് പാരമ്പര്യം എടുത്താൽ ഗ്രീക്ക് സഭ, അവിടെ 2 പേരെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാട്ടുന്നുണ്ട്. ഒന്നാമത്തേത് ഗ്രീക്ക് പാരമ്പര്യത്തിലെ ഒരു വലിയ സഭാപിതാവായ ജോൺ ക്രിസോസ്റ്റം എഴുതിയാൽ മതി മലയാളത്തിൽ. ഇംഗ്ലീഷിലാണ് ക്രിസോസ്റ്റം എന്ന് പറയുന്നത്. അദ്ദേഹം 5-ാം നൂറ്റാണ്ടിന്റെ 407 മരിച്ച ആളാണ് ജോൺ ക്രിസോസ്റ്റം. ജോൺ ക്രിസോസ്റ്റത്തിനേക്കാൾ ഉപരിയായി വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം അവതരിപ്പിച്ച മറ്റൊരാളുണ്ട്,
ക്രിസോസ്റ്റമിന്റെ സമകാലികനായ മൊക്സുവെസ്റ്റിയയിലെ തെയഡോർ. മൊക്സുവെസ്റ്റിയ ഒരു സ്ഥലമാണ്, സിറിയയിലെ ഒരു സ്ഥലമാണ്. അവിടെ മെത്രാനായിരുന്ന തെയഡോർ. തെയഡോർ ആരാണെന്ന് ഞാൻ ഒരു വാക്ക് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കുർബാനക്രമം എടുക്കുമ്പോൾ രണ്ടാമത്തെ കുർബാനക്രമം അനാഫറ എന്ന് പറയുന്നത് ഈ തെയഡോറിന്റെ. അപ്പം മനസ്സിലായി. നമ്മൾ ഡിസംബർ ആദ്യ ആഴ്ച മുതൽ തുടങ്ങുന്ന ക്രമമാണ്. ആ തെയഡോർ തന്നെയാണ് ഈ പറഞ്ഞ തെയഡോർ. തെയഡോറിന്റെ ദൈവശാസ്ത്രം മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ലിറ്റർജിയിലാണ്. ദ ഹോൾ തിയോളജി എന്ന് പറയുന്നത് ലിറ്റർജി സെന്റേഡ് ആണ് ഈ തെയഡോറിന്റെ. ഞാനത് വിശദമായിട്ട് പറഞ്ഞതാണ്. ആദ്യം ഒരു ആമുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇനി ലാറ്റിൻ പാരമ്പര്യത്തിലേക്ക് നമുക്ക് വരാം. ലത്തീൻ സഭയുടെ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ സഭാപിതാവ് വിശുദ്ധ അഗസ്റ്റീനോസ് ആണ്. അഗസ്റ്റീനോസ് എന്നുള്ള പേര് നിങ്ങൾക്ക് സുപരിചിതമാണ്. The greatest father of the Latin tradition. അദ്ദേഹം 5-ാം നൂറ്റാണ്ടിലെ സഭാപിതാവ്. ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് ലത്തീൻ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ വക്താവായ അഗസ്റ്റിന്റെ ദർശനങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഒരാൾ കൂടിയുണ്ട്. തനി സുറിയാനി സഭയുടെ പാരമ്പര്യം. സുറിയാനി സഭയുടെ പാരമ്പര്യം അതിന്റെ എന്താണ് തനിമയാർന്ന പാരമ്പര്യം. അത് അവതരിപ്പിച്ച ഏറ്റവും വലിയ സഭാപിതാവ്, ആ പേരും നിങ്ങൾ കേട്ടിട്ടുണ്ട്, മാർ അപ്രേം. അഗസ്റ്റിനും ക്രിസോസ്റ്റമും തെയഡോറും ഒക്കെ 5-ാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞന്മാരാണെങ്കിൽ മാർ അപ്രേം എന്നുള്ളയാള് 4-ാം നൂറ്റാണ്ടിന്റെ 2-ാം ഘട്ടത്തിൽ ജീവിച്ച സഭാപിതാവാണ്. ഇത്രയും പേരെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏകദേശമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇപ്പൊ എന്റെ നോട്ടിലേക്ക് പോകണ്ട. ഈ ക്ലാസ് കേട്ടതിന് ശേഷം ആ നോട്ട് വായിച്ചാൽ ഇതിന്റെ കണക്ഷൻ കിട്ടും. കാരണം ഇങ്ങനെ ഒരു ആമുഖം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടില്ല. ഓരോന്നിന്റെയും പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ നോട്ട്സിൽ കൊടുത്തിട്ടുള്ളൂ. ക്ലാസ്സിൽ കൂടി ഇക്കാര്യങ്ങൾ പൊതുവെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നോട്ട്സ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കും. കൃത്യം ആ നോട്ട്സിലെ ഓരോ സെന്റൻസും അല്ല ഞാൻ ഇവിടെ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് പല കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് ഡിഡാക്കെ. ഡിഡാക്കെ എഴുതപ്പെട്ടത് AD 100-ലാണ്. ഇത് 90-ഉം 100-ഉം 110-ഉം ഒക്കെ പറയുന്നത്. സഭയുടെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന് ശേഷം, പുതിയ നിയമം രൂപീകൃതമായതിനു ശേഷം ഉണ്ടായ ആദ്യത്തെ സഭാരേഖ. ഇതിന്റെ വിഷയം, ഇതിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മുഖ്യമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, ക്രൈസ്തവ ധാർമ്മികത. വിശുദ്ധ മാമോദീസ സ്വീകരിക്കാനുള്ളവരെ പഠിപ്പിക്കുക. രണ്ടാമത്തെ ചർച്ചാ വിഷയം ആരാധനാക്രമം, ലിറ്റർജി.
ലിറ്റർജി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്: മാമോദീസായും വിശുദ്ധ കുർബാനയും. ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ ആരംഭത്തിൽ തന്നെ ഇതിന്റെ കർത്താവ്, ഇതാരെഴുതിയെന്ന് നമുക്കറിഞ്ഞില്ല. ഇതിന്റെ കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന ബലിയാണ്, സാക്രിഫൈസ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോയിന്റ് അതാണ്. പിതാക്കന്മാരെല്ലാം ഊന്നൽ കൊടുക്കുന്നത് ഈ ആശയത്തിലാണ്. It is the sacrifice. അവിടെ ദിഡാക്കെ മാത്രമല്ല, ദിഡാക്കയ്ക്ക് ശേഷമുള്ള പിതാക്കന്മാരും ഇത് ബലിയാണെന്ന് സൂചിപ്പിക്കാൻ പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണി ഉപയോഗിക്കുന്നു. മലാക്കി പ്രവാചകന്റെ പ്രവചനം 1-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ പറഞ്ഞോട്ട്, ഇത് ഇവിടെ മാത്രമല്ല, ദിഡാക്കയിൽ മാത്രമല്ല, പിൽക്കാല പിതാക്കന്മാരും വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമ്പോൾ ഈ ഉദ്ധരണി, പഴയ നിയമത്തിൽ നിന്നുള്ള ഈ ഉദ്ധരണി ഉപയോഗിച്ചിരുന്നു. മലാക്കി 1:11. മലാക്കി പറയുന്നത് എന്നും അർപ്പിക്കപ്പെടുന്ന പുതിയ ബലി, അല്ലെങ്കിൽ ഇന്നും ലോകം മുഴുവനിലും അർപ്പിക്കപ്പെടുന്ന പുതിയ ബലി എന്ന് വെച്ചാൽ മലാക്കിയുടെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന. ഇത് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടാൻ പോകുന്ന ബലി. ആ പ്രവചനം അന്വർത്ഥമാകുന്നതാണ്. ഇനി മറ്റ് രണ്ട് പദങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാൻ. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ച ആ രണ്ട് പദങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. യുക്രിസ്റ്റ് 1, 2 അപ്പം മുറിക്കൽ. യുക്രിസ്റ്റ് എന്ന് വെച്ചാൽ നന്ദി പ്രകാശനം. 2 അപ്പം മുറിക്കൽ, അത് ബലി അപ്പം മുറിക്കലാണ്. ഈ രണ്ട് പദങ്ങളും ദിഡാക്കയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ, സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ കുർബാനക്രമം ഇതാണ്. ഇതിലെ 2 അധ്യായങ്ങളുണ്ട്, 9-ാം അധ്യായവും 10-ാം അധ്യായവും. 9th chapter and the 10th chapter. ഒമ്പതാം അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലും കൊടുത്തിരിക്കുന്ന കുർബാനക്രമം 2 ചെറിയ പ്രാർത്ഥനയാണ്. അതാണ് സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അനാഫറ, അല്ലെങ്കിൽ യൂക്രിസ്റ്റിക് പ്രേയേഴ്സ്. പിന്നെ നമ്മൾ കാണുന്നത് 14-ാമത്തെ അധ്യായം. ഈ 14-ാമത്തെ അധ്യായത്തിൽ, ദിഡാക്കയിലെ 14-ാമത്തെ അധ്യായത്തിൽ സൺഡേ സെലിബ്രേഷനെ കുറിച്ചാണ് പറയുന്നത്. അത് പിന്നീടും പറയുന്നുണ്ട്, ഞായറാഴ്ച ആചരണം. കാരണം ക്രൈസ്തവന്റെ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ദിവസം ഞായറാഴ്ചകളാണ്. ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് ഈ ദിഡാക്കയിൽ പറയുന്നുണ്ട്. ഇതാണ് 1-ാമത്തെ രേഖ. ഇനി നമുക്ക് 2-ാമത്തെ ആ രേഖയിലേക്ക് വരാം. അത് ഒന്നിച്ച് കാണും. 1 ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്, 2-ാമത്തേത്
Irenaeus of Lyons. ഇവര് രണ്ടുപേരും നേരിട്ടത് ഏതാണ്ട് സമാനമായ ഭാഷണ്ഡതയാണ്. കാരണം അന്ന് വളർന്നു വന്ന ഒരു ചിന്തയാണ്, ഗ്രീക്ക് ലോകത്ത് വളർന്നു വന്ന ഒരു ചിന്ത. നമ്മൾ ബാഹ്യമായി കാണുന്നതെല്ലാം തിന്മയാണ്. അങ്ങനെയാണ് ദൈവം ഇതിനെ സൃഷ്ടിച്ചു എന്ന് പറയാൻ പറ്റുകയാണ്. ഇഗ്നേഷ്യസിന്റെ കാലത്ത് ഒരു പ്രത്യേക കൂട്ടരുണ്ടായിരുന്നു. അവര് പഠിപ്പിച്ചു തന്നെയാണെന്നറിയാമോ? ഈശോയുടെ മനുഷ്യത്വം, ആ ശരീരം മായയാണ്. മായ എന്ന് വെച്ചാൽ അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് പഠിപ്പിച്ച ഒരു കൂട്ടർ. കാരണം ശരീരം തിന്മയാണ്. കൂട്ടര് പറഞ്ഞ് ദൈവപുത്രൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ടില്ല, ഒരു വ്യാജ മനുഷ്യത്വം എടുത്തേ ഉള്ളൂ. അങ്ങനെ ഈശോയുടെ മനുഷ്യത്വത്തെ നിഷേധിച്ച ഒരു കൂട്ടർ. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് ഇവരെ കുറിച്ച് പറയുമ്പം ഇങ്ങനെ പറയുന്നുണ്ട്: ഇക്കൂട്ടർ വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നിരിക്കുന്നു. കാരണം മനുഷ്യാവതാരം നടന്നില്ലെങ്കിൽ, ദൈവപുത്രൻ മനുഷ്യനായില്ലെങ്കിൽ വിശുദ്ധ കുർബാനയില്ല. അതാണ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അവൻ മനുഷ്യനായതുകൊണ്ടാണ് അവൻ അപ്പത്തിൽ സന്നിഹിതനാണ്. ഇക്കൂട്ടർക്ക് വിശുദ്ധ കുർബാന ഇല്ല, അവർ വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് പഠിപ്പിക്കുന്നു. ഇതിന് സമാനമായി ഏതാണ്ട് AD 200 അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് 110 പഠിപ്പിച്ചേക്കാം. AD 110. അത് കഴിഞ്ഞ് ഏതാണ്ട് 200 ആയപ്പോൾ ഈ ഗ്രൂപ്പ് ശക്തിപ്പെട്ടു. ഈ ജ്ഞാനവാദികൾ, നോസ്റ്റിസിസം, ഈ ഗ്രൂപ്പ് വളരെ ശക്തിപ്പെട്ടു. അപ്പൊ ഇവര് പറയുന്ന മറ്റൊരു കാര്യം, രക്ഷ എന്ന് പറയുന്നത് അത് ആത്മാവിന് മാത്രമുള്ളതാണ്, ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നില്ല. നമ്മൾ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ അനുദിനം ഏറ്റുപറയുന്ന ഒരു കാര്യമുണ്ട്, ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ആത്മശരീരങ്ങളുടെ ഉയർപ്പാണ്. അപ്പോൾ ഈ ജ്ഞാനവാദികൾക്ക് അതില്ല. കാരണം മനുഷ്യ ശരീരം അവരെ സംബന്ധിച്ച് തിന്മയാണ്. ഇനി ഈ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാനയിലുള്ള സഭയുടെ വിശ്വാസം, വിശുദ്ധ കുർബാനയിൽ സഭ വിശ്വസിക്കുന്നുണ്ട്. ഇവരിത് പഠിപ്പിക്കുമ്പോഴും സഭയ്ക്ക് വിശുദ്ധ കുർബാനയുണ്ട്, കുർബാനയുടെ അർപ്പണമുണ്ട്. ഈ വിശ്വാസം എടുത്തു കാണിച്ചുകൊണ്ട് അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസും ഇരണേയൂസും പറയാണ്, നമ്മുടെ വിശ്വാസം ശരിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് വിശുദ്ധ കുർബാനയാണ്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് പറയുന്നത്, അല്ലെങ്കിൽ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് സ്ഥാപിക്കുന്നത്, മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ് വിശുദ്ധ കുർബാന. ഇൻകാർണേഷൻ, ദൈവം മനുഷ്യനായി, ആ ചിന്തയിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ കുർബാനയെ അദ്ദേഹം വിളിക്കുന്നത് ഇങ്ങനെയാണ്: അമർത്യതയുടെ ഔഷധം, മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അതൊരു പുതിയ പദമാണ്. പിൽക്കാലത്ത് 4-5 നൂറ്റാണ്ടുകളിൽ
സമാനമായ പദങ്ങള് സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ച് മാർ അപ്രേമും മാർ തേഡോറും ഒക്കെ ഉപയോഗിച്ചു. വിശുദ്ധ കുർബാന ഔഷധമാണ്, നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഔഷധം, അമർത്യതയുടെ ഔഷധം. ഈ സഭയെക്കുറിച്ച് അടുത്ത പോയിന്റ്, സഭയെക്കുറിച്ച് തന്നെ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് ഇങ്ങനെ പറയുന്നുണ്ട്. സഭ എന്ന് പറയുമ്പോൾ ആ സഭ ബലി നടക്കുന്ന സ്ഥലം, ബലി നടക്കുന്ന ഇടം, ബലിയർപ്പണം നടക്കുന്ന സ്ഥലം, അതാണ് സഭ. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നു. ചർച്ച എന്ന് പറയുന്നത് ഐക്യം, സഭ സഭയാകുന്നത് ഐക്യമുള്ളപ്പോഴാണ്. വിശ്വസിച്ചവർ ഒരൊറ്റ സമൂഹമായി തീർന്നു. ശരിക്കും ഐക്യമുണ്ടെങ്കിൽ സത്യവിശ്വാസവും. നമ്മൾ ഈ കാത്തലിക് എന്ന് പറയുമ്പോൾ അല്ല, സഭയുടെ ഐക്യം കൂട്ടായ്മ. കൂട്ടായ്മയ്ക്ക് പുറത്തും, കൂട്ടായ്മ ഒരാൾ പുറത്തു പോകുമ്പോഴും വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി. ഇഗ്നേഷ്യസ് ഇത് പറയാൻ കാരണം ഈ ഗ്രൂപ്പ്, ഈ അബദ്ധവിശ്വാസം അന്ന് പഠിപ്പിച്ച ഈ ഗ്രൂപ്പ് സഭയ്ക്ക് പുറത്താണ്. സഭയ്ക്ക് പുറത്തായത് കൊണ്ട് അവരുടെ വിശ്വാസം തെറ്റാണ്. അതുകൊണ്ട് വിശ്വാസം ശരിയായിരിക്കണമെങ്കിൽ കൂട്ടായ്മയ്ക്കുള്ളിലായിരിക്കണം, സഭയ്ക്കുള്ളിലായിരിക്കണം. സഭയ്ക്കുള്ളിലെ സത്യവിശ്വാസവും. ഇനി അത് മറ്റൊരു എക്സ്പ്രഷനെ കൂടി അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഐക്യം എങ്ങനെയാണ്? ഒരു കുർബാന, ഒരു വൾത്താര, ഒരു ബിഷപ്പ്, എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കണം. എന്നുവെച്ചാൽ സഭയ്ക്ക് പുറത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കിയാൽ അത് കുർബാനയാകുന്നില്ല. വൺ കുർബാന, വൺ യൂക്രിസ്റ്റ്, വൺ ഓൾട്ടർ, വൺ ബിഷപ്പ്. രണ്ട് ബിഷപ്സ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഒരു രൂപതയിലുണ്ട്, ഓക്സിലറി ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ചല്ല, ഒരു വിരുദ്ധ ബിഷപ്പ് പുറത്തു ഉണ്ടായാൽ സഭയ്ക്ക് പുറത്താണ്. പാരലായി വേറൊരു ബലിപീഠം ഉണ്ടാക്കിയാൽ സഭയ്ക്ക് പുറത്താണ്. സഭയ്ക്ക് പുറത്ത് വേറൊരു കുർബാന അർപ്പിച്ചാൽ അത് സഭയുടെ കുർബാനയാകത്തില്ല. അതുകൊണ്ട് സഭയ്ക്കുള്ളിലാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഇങ്ങനെയാണ് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സഭയുടെ ഐക്യത്തെ, ഞാൻ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞായിരുന്നു, സഭയുടെ ഐക്യം വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം സുപ്രിയാൻ പഠിപ്പിച്ചു. ശരിക്കും അതിനു മുമ്പ് തന്നെ ഇഗ്നേഷ്യസ് ഇത് എടുത്ത് കാണിച്ചിരുന്നു. നമുക്ക് ഇരണയൂസിലേക്ക് വരാം. ഇരണയൂസും ഇതേ ഭാഷണതയെ നേരിട്ടയാളാണ്. ജ്ഞാനവാദം അഥവാ ഗ്നോസ്റ്റിസിസം. അപ്പം ഈ കൂട്ടര് ഇരണയൂസിന്റെ കാലത്ത് ശക്തമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു: ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നില്ല, മരിച്ചവർ ഉയർത്തുന്നില്ല. രക്ഷ എന്നുള്ളത് ആത്മാവിൻ്റെത് മാത്രമാണ്. ഇരണയൂസ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സഭ അന്ന് ലോകത്തെ അപ്പസ്തോലിക സഭകൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം എന്തുണ്ട്? കുർബാനയുണ്ട്. സ്ലീഹന്മാരുടെ സഭകൾ എവിടെയെല്ലാം ഉണ്ടോ, സാംസ്കാരികമായി വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും എവിടെയെല്ലാം സഭകളുണ്ടോ അവിടെയെല്ലാം വിശുദ്ധ കുർബാന. ഇരണയൂസ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇക്കൂട്ടരോട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ച് പോകുന്ന കാര്യം, ശരീരങ്ങൾ ഉയർക്കുന്നു എന്നുള്ള വിശ്വാസം, അത് പരിശുദ്ധ കുർബാനയുമായി ചേർന്നു പോകുന്നു
അതെങ്ങനെയാണ്? നമ്മുടെ വിശ്വാസം, ഇത് രണ്ടും നമ്മുടെ വിശ്വാസം. ശരീരങ്ങൾ ഉയർക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസം, പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം അതും നമ്മുടെ വിശ്വാസം. ഇത് രണ്ടും പൊരുത്തപ്പെട്ട് നിൽക്കുന്ന രണ്ട് വിശ്വാസങ്ങളാണ്. കാരണം പരിശുദ്ധ കുർബാന അപ്പവും വീഞ്ഞും, ഇത് സ്വീകരിക്കുന്നത് നമ്മുടെ ശരീരങ്ങളാണ്. നമ്മുടെ വിശ്വാസം എന്താണ്? ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ആധ്യാത്മികമായി രൂപപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി നമ്മുടെ ശരീരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നത് വഴി ഉയർപ്പിന്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുചേരുന്നു. ശരീരം തിന്മയാണെങ്കിൽ ഈ വിശുദ്ധ കുർബാന നമ്മൾ ഭക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ രണ്ട് വിശ്വാസങ്ങള് പരസ്പര ബന്ധിതങ്ങളാണ്, പൊരുത്തപ്പെട്ട് പോകുന്നവയാണ്. അതുകൊണ്ട് ശരീരം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അത് നന്മയാണ്. മറ്റൊരു വാക്ക് വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അപ്പവും വീഞ്ഞും പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് ഈ ലോകം, ദൈവം സൃഷ്ടിച്ച ഈ ലോകം അതിൽ തന്നെ നന്മയാണ്. ഈ വിശ്വാസമാണ് എടുത്ത് കാണിക്കുന്നതാണ്. ഇരണയൂസ് ഓഫ് ലയൻസ്. ഈ രണ്ട് സെറ്റ് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് രക്തസാക്ഷിയായ ജസ്റ്റിൻ, റോമൻ പാരമ്പര്യം, റോമിലെ യൂക്രിസ്റ്റിക് ട്രഡീഷൻ, തന്റെ പ്രശസ്തമായ അപ്പോളജിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആളാണ് ജസ്റ്റിൻ. അതായത് 165 അദ്ദേഹം മരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 150കളിലെ റോമൻ പാരമ്പര്യം തന്റെ കൃതികളിൽ ജസ്റ്റിൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 5 ചിന്തകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 1, വിശുദ്ധ കുർബാന ആത്മീയ ബലിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇത് പഴയ നിയമ ബലിയിൽ നിന്നും വ്യത്യസ്തമാണ്. പഴയ നിയമ ബലികളെല്ലാം മൃഗബലികളാണ്. മുഖ്യമായും കുഞ്ഞാടിനെ അവർ ബലിയർപ്പിച്ചു. ഇത് ഈശോയാകുന്ന വചനം, വചനം എന്ന് നമ്മൾ ഗ്രീക്കിൽ പറയുന്നത് ലോഗോസ്, വചനം അർപ്പിച്ച ബലിയാണ്. ഈശോയുടെ ബലിയാണ്, വചനത്തിന്റെ ബലിയാണ്. അതുകൊണ്ട് ഇത് ആത്മീയ ബലിയാണ്. ഇക്കാരണത്താൽ മറ്റെല്ലാ ബലികളിൽ നിന്നും വ്യത്യസ്തമാണ് വിശുദ്ധ കുർബാന. രണ്ടാമത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദം, അത് വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ ടെക്സ്റ്റുകളിൽ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു പദം അനംനേസിസ്. ANAMNESIS, അനംനേസിസ്. ANAMNESIS എന്ന് വെച്ചാൽ അനുസ്മരണം. കാരണം ഇത് ഈശോയുടെ ബലിയാണ്. കുരിശിലെ ബലി
അതിന്റെ പുനർ ആവിഷ്കരണമാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന അനംനെസിസ് ബുദ്ധിയുടെ ഒരു പ്രവർത്തനമല്ല. ബുദ്ധി കൊണ്ട് ഞാൻ ഓർക്കുന്നു, എൻ്റെ മെമ്മറിയിൽ ഞാൻ ഓർക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അനുസ്മരണം എന്ന് വെച്ചാൽ കുരിശിൽ നടന്ന ആ ബലി അതിന്ന് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുന്നു. ലിറ്റർജിയിലെ അനംനെസിസ്, അനുസ്മരണം എന്ന പദത്തിന് വലിയ അർത്ഥം ഉണ്ട്. ഈ പദം ജസ്റ്റിൻ തന്റെ അപ്പോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത് ജസ്റ്റിൻ ഉപയോഗിക്കുന്ന ഒരു പദം യൂക്കറിസ്റ്റ് എന്ന പദമാണ്. യൂക്കറിസ്റ്റ് എന്ന പദം ജസ്റ്റിൻ ഉപയോഗിക്കുന്നത് രണ്ട് അർത്ഥങ്ങളിലാണ്. യൂക്കറിസ്റ്റ് എന്ന പദത്തിന്റെ ഒരു അർത്ഥം നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു തലത്തിലുള്ള അർത്ഥം വിശുദ്ധ കുർബാന നന്ദി പ്രകാശനം. പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ച് പുത്രൻ കൂടി മനുഷ്യകുലത്തെ വീണ്ടെടുത്തു. അങ്ങനെ നമുക്ക് രക്ഷ കിട്ടി. ഈ രക്ഷയെ പ്രതി പിതാവായ ദൈവത്തിന് നമ്മൾ ഒന്നു ചേർന്ന് നന്ദി അർപ്പിക്കുന്നു. അതാണ് അനാഫറ എന്ന് വെച്ചാൽ യൂക്കറിസ്റ്റിക് പ്രയർ. അപ്പൊ കുർബാന എപ്പോഴും നന്ദി അർപ്പണം. അത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദ പാരമ്പര്യം, പഴയ നിയമ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കണം. യഹൂദ ജനത എപ്പോഴും ദൈവത്തിന്റെ പക്കലേക്ക് തിരിഞ്ഞ് നന്ദി അർപ്പിച്ചു. അവര് നിരന്തരം നന്ദി അർപ്പിച്ചുകൊണ്ടേയിരുന്നു. പല വിധത്തിലുള്ള നന്ദി അർപ്പണങ്ങള് പഴയ നിയമത്തിൽ യഹൂദ പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ നന്ദി അർപ്പിക്കുന്നത് പുത്രനിൽ കൂടി, ഈശോ മിശിഹായിൽ കൂടി നമ്മൾ രക്ഷിക്കപ്പെട്ടതിനെ ഓർത്ത്. നമ്മുടെ പ്രാർത്ഥനയല്ല. നന്ദി അർപ്പിക്കുമ്പോൾ ഈശോയുടെ പ്രതീകങ്ങളായി അൾത്താരയിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്, സ്ഥാപിക്കുന്നത് അപ്പവും മീഞ്ഞും. അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അപ്പവും മീഞ്ഞും ഈശോയുടെ പ്രതീകങ്ങളാണ്. അപ്പം നന്ദി അറിയിക്കുക എന്നുള്ളതിന് ഇവിടെ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് പ്രാർത്ഥന, രണ്ട് നന്ദി അർപ്പിക്കുമ്പോൾ നമ്മൾ അൾത്താരയിൽ സ്ഥാപിക്കുന്നത് അപ്പവും മീഞ്ഞും. അത് കർത്താവിന്റെ പ്രതീകങ്ങൾ. അപ്പം നന്ദി അർപ്പിച്ചതിന് ശേഷം ഈ അപ്പവും മീഞ്ഞും, ഈ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുന്നു. നന്ദി അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ. അല്ലാതെ വെറുതെ നന്ദി അർപ്പിക്കുന്നതിന് മുമ്പ് ഈ അപ്പവും മീഞ്ഞും ആരെങ്കിലും ഭക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് യൂക്കറിസ്റ്റ് എന്ന പദത്തിന്റെ രണ്ടാമത്തെ തലത്തിലുള്ള അർത്ഥം എന്ന് വെച്ചാൽ ഈ നന്ദി അർപ്പിക്കപ്പെട്ട അപ്പവും വീഞ്ഞും എന്നാണ്. എന്ന് വെച്ചാൽ നന്ദി അർപ്പിക്കപ്പെട്ട അപ്പത്തെയും വീഞ്ഞിനെയും സൂചിപ്പിക്കാനും ജസ്റ്റിൻ ഇതേ പദം ഉപയോഗിക്കുന്നു. നന്ദി പറയുക എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത് ഈ അപ്പത്തെയും വീഞ്ഞിനെയും സൂചിപ്പിക്കാനും യൂക്കറിസ്റ്റ് എന്ന പദം രക്തസാക്ഷിയായ ജസ്റ്റിൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ വട്ടത്തെ കാണിച്ചിട്ട് നമ്മൾ പറയില്ല താഴെ യൂക്കറിസ്റ്റ്. അതിന് രണ്ട് തലങ്ങളിലുള്ള അർത്ഥമുണ്ട്. ഒറിജിനൽ മീനിങ് നന്ദി പറയുക എന്നാണെങ്കിലും ഈ അപ്പത്തെയും വീഞ്ഞിനെയും സൂചിപ്പിക്കാനും ഇതേ പദം തന്നെ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നു. അത് ജസ്റ്റിന്റെ കാലം മുതലാണ്. നാലാമത് ജസ്റ്റിൻ പറയുന്നത്, നാലാമത്തെ പോയിന്റ്, ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. കാരണം ക്രൈസ്തവന്റെ ദിനം ഞായറാഴ്ചയാണ്. ക്രൈസ്തവൻ പെസഹ ആചരിക്കുന്നത് ഞായറാഴ്ച.
അതിന് കാരണവും ജസ്റ്റിൻ പറയുന്നുണ്ട്. മിശിഹായുടെ ഉയർപ്പിന്റെ, ഈശോയുടെ ഉയർപ്പിന്റെ ദിനമാണ് ഞായറാഴ്ച. ഞായറാഴ്ച ഒന്നിച്ചു എപ്പം വേണേലും ഒന്നിച്ചുകൂടാ. പക്ഷെ വിശുദ്ധ കുർബാനയുടെ അർപ്പണം നടക്കുന്നത് കർത്താവിന്റെ ഉയർപ്പിന്റെ ദിനത്തിലാണ്. ഇനി അവസാനത്തെ പോയിന്റ്, സ്ഥാപനവാക്യങ്ങളുടെ പ്രാധാന്യം. വിശുദ്ധ കുർബാനയിലുള്ള സ്ഥാപനവാക്യത്തിന്റെ പ്രാധാന്യം ആദ്യം എടുത്തു പറയുന്നത് ജസ്റ്റിനാണ്. അതിനെ വിളിക്കുന്നത് എപ്പിക്ലേസിസ്. എപ്പിക്ലേസിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്ന് വചനത്തെ വിളിക്കുന്നു, രണ്ട് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ആദ്യത്തേതും വചനത്തെ വിളിക്കുന്നതും. ഈ റോമൻ പാരമ്പര്യത്തിൽ എപ്പോഴും എംഫസിസ് കൊടുക്കുന്നത് ഈ ലോഗോസ് എപ്പിക്ലേസിസിനാണ്. വചനം, കർത്താവിന്റെ വചനം വിശുദ്ധ കുർബാനയിൽ ആവർത്തിക്കുന്നത് വഴി അത് ശരീരമായിരിക്കുന്നു. ഇതെന്റെ ശരീരമാണ് എന്ന് കർത്താവ് പറയുന്നത്, കർത്താവ് പറഞ്ഞ ആ വാക്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. ആ വാക്കാൽ തന്നെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതെന്റെ രക്തമാകുന്നു എന്നുള്ള കർത്താവിന്റെ വാക്കാൽ തന്നെ ഇത് ശരീരവും രക്തവുമാണ്. അതുകൊണ്ട് വചനത്തെ ഇൻവോക്ക് ചെയ്യുക. ഈശോ പറഞ്ഞ വചനങ്ങള് ആവർത്തിച്ചുകൊണ്ട് വചനത്തെ തന്നെ നമ്മൾ വിളിക്കുന്നു. എന്ന് വെച്ചാൽ കർത്താവിന്റെ വചനത്താൽ തന്നെ ഇത് ശരീരവും രക്തവുമായിരിക്കുന്നു. ഈ ചിന്ത റോമൻ ലിറ്റർജിക്കൽ ട്രഡീഷനിൽ വളരെ ശക്തമാണ്. അതേസമയം പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ റോള് ശക്തമായി അവതരിപ്പിച്ചു. അത് നമ്മൾ പിന്നീട് കാണും. ഇനി നമ്മൾ കടന്നു വരുന്നത് കാർത്തേജിലെ സിപ്രിയാനിലേക്കാണ്. സിപ്രിയാൻ ഓഫ് കാർത്തേജ്. അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുന്നത് 258-ൽ. 250-കളിൽ അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളാണ്. 258-ൽ അദ്ദേഹം മരിച്ചു. വടക്കൻ ആഫ്രിക്കയുടെ തലസ്ഥാനമായിരുന്ന, മുഖ്യ നഗരമായിരുന്ന കാർത്തേജിലെ വലിയ മെത്രാനായിരുന്നു സിപ്രിയാൻ. ഈ സിപ്രിയാൻ, അദ്ദേഹത്തിന്റെ മുഖ്യ ചിന്ത എന്ന് പറയുന്നത് സഭയുടെ ഐക്യം, the unity of the church. അതുകൊണ്ട് ഈ സിപ്രിയാൻ പഠിപ്പിച്ചത് മുഴുവൻ അനൈക്യത്തിനെതിരെയാണ്. സഭയിൽ ഐക്യമില്ലേ അത് കർത്താവിന്റെ സഭയാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖ്യ ദൈവശാസ്ത്ര വിഷയം എന്ന് പറയുന്നത് സഭയുടെ കൂട്ടായ്മ അല്ലെങ്കിൽ സഭയുടെ ഐക്യമാണ്. ഐക്യമില്ലെങ്കിൽ സഭ ഇല്ല. അപ്പം ഈ സിപ്രിയാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് സഭയുടെ ഐക്യം എന്ന് വെച്ചാൽ സഭയുടെ ഏകത്വം, വൺനെസ്, യൂണിറ്റി അല്ലെ കമ്മ്യൂണിയൻ. സഭ ഒന്നാണെന്ന് വെളിപ്പെടുത്തപ്പെടുന്ന വേദി വിശുദ്ധ കുർബാന. സഭയുടെ ഐക്യം വെളിപ്പെടുത്തപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭയായി സമ്മേളിക്കുന്നത്,
സഭയുടെ പൂർണ്ണമായ സമ്മേളനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന. ഐക്യത്തിന്റെ കൂദാശയാണ്. അത് അഗസ്തീനോസ് പിന്നെ പറയും. അത് നമ്മൾ പിന്നീട് കാണുന്നതാണ്. അഗസ്റ്റിന്റെ ചിന്തകള് നമ്മൾ പിന്നെ കാണും. ഐക്യത്തിന്റെ വെളിപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. സഭയുടെ ഐക്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. അദ്ദേഹം കുറച്ചുകൂടി വിശദമായിട്ട് പറയും. ബ്രെഡ്, അപ്പം, ഗോതമ്പപ്പം. ഗോതമ്പപ്പം എങ്ങനെയാ ഉണ്ടാകുന്നത്? പല ധാന്യമണികള് പൊടിച്ച് ഒരപ്പമാണ്. ആ ഒരപ്പം മുറിച്ച് എല്ലാവരും ഭക്ഷിക്കുന്നു. പല ധാന്യമണികൾ ചേർന്ന് ഒരപ്പമായി തീരുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പല ആളുകള് ഒരു സമൂഹമായി തീരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഐക്യം, പല ആളുകൾ ഒന്നായിരിക്കുന്നു. നമ്മുടെ ഐക്യത്തിന്റെ പ്രതീകമാണ് അവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പം. സിപ്രിയാൻ വീണ്ടും പറയുന്നു, കാസായിൽ ശേഖരിക്കുന്ന വീഞ്ഞ് പല മുന്തിരികൾ പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ ശേഖരിക്കും. ആരാധനാ സമൂഹം അതാണ്. പലയിടത്തു നിന്നുള്ള ആളുകള് ഒരു ആരാധനയിൽ പങ്കെടുക്കുന്നു. അവരൊന്നാണ്. കാസായിലെ ആ മുന്തിരിച്ചാറ് പോലെ, ആ വീഞ്ഞ് പോലെ പല മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നത് പോലെ നമ്മളെല്ലാവരും ഒറ്റ സമൂഹമായിരിക്കുന്നു. ആരാധനാ സമൂഹം ഒന്നായിരിക്കുന്നു. വേറൊരു കാര്യം കൂടി, വേറൊരു രസകരമായ കാര്യം കൂടി പറയാം. എല്ലാ ലിറ്റർജിക്കൽ പാരമ്പര്യത്തിലും ഈ കാസായിൽ വീഞ്ഞിനോടൊപ്പം ഒരു കാര്യം കൂടി ഒഴിക്കുന്നു. എന്നാ പറയുക, സിപ്രിയാൻ അതിന് മനോഹരമായ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നു. സിപ്രിയാൻ പറയുന്നത് എന്നാ പറയാം, വീഞ്ഞ് ഈശോയുടെ പ്രതീകം, വെള്ളം നമ്മുടെ പ്രതീകം, അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രതീകമാണ് വെള്ളം. അപ്പോൾ വീഞ്ഞിലേക്ക്, കാസയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുന്നില്ല, ആദ്യം വീഞ്ഞല്ലേ ഒഴിക്കും. അതിനോടൊപ്പം വെള്ളം ചേർക്കുമ്പോൾ ആരാധനാ സമൂഹം ഈശോയോടുകൂടി ഒന്നായിത്തീരുന്നു. സിപ്രിയാന്റെ മനോഹരമായ വ്യാഖ്യാനമാണ്. അതുകൊണ്ട് സിപ്രിയാൻ എപ്പോഴും പറയും, കൂട്ടായ്മയിലല്ലേ, സഭയാകുന്ന കൂട്ടായ്മയിലല്ലേ, അല്ല സഹോദരങ്ങളോട് ശത്രുതയിലാണ്. അവിടെ വിശുദ്ധ കുർബാനയില്ല. അതുകൊണ്ട് യഥാർത്ഥ ബലിയർപ്പകരായിരിക്കണമെങ്കിൽ സഹോദരങ്ങളോട് ക്ഷമിക്കണം. അതുകൊണ്ടാണല്ലോ എല്ലാ ലിറ്റർജിയിലും എന്താശംസിക്കുന്നുണ്ട്, പരസ്പരം സമാധാനം. ലോകത്തുള്ള എല്ലാ ലിറ്റർജിയിലും സിപ്രിയാൻ ഇത് എടുത്തു പറയാം. സഹോദരങ്ങളോട് ശത്രുതയിലായിരിക്കുന്നവന്, കൂട്ടായ്മയിൽ നിന്നും മാറി നിൽക്കുന്നവന് യഥാർത്ഥ ബലിയർപ്പകരാകാൻ സാധിക്കുകയില്ല. നമ്മൾ കാണുന്നത് ഗ്രീക്ക് സഭാ പാരമ്പര്യത്തിലെ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച 2 മഹാ പിതാക്കന്മാരെയാണ്. അതിലൊന്ന് ജോൺ ക്രിസോസ്റ്റം. ഞാൻ മുൻകൂട്ടി ഇത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. രണ്ടാമത്തേത് മൊപ്സുവെസ്റ്റിയയിലെ തെയഡോർ. സുറിയാനി സഭ, സുറിയാനി സഭ എന്ന് വെച്ചാൽ പൗരസ്ത്യ സുറിയാനി സഭ പാരമ്പര്യം. മാർ അപ്രൈൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ തെയഡോറിനോടാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനക്രമം, രണ്ടാമത്തെ കുർബാനക്രമം തെയഡോറിൻ്റെതായിരിക്കുന്നത്. തെയഡോറിനെ സ്വീകരിച്ചിരിക്കുന്നതിന്റെ റീസൺ, അതിന്റെ കാരണം ഇതാണ്. നമുക്ക് ഈ ജോൺ ക്രിസോസ്റ്റമിനെ കാണാം. ഇവര് രണ്ടും സഹപാഠികളായിരുന്നു. ക്രിസോസ്റ്റമും
തെയോഡോർ. ക്രിസോസ്റ്റം കോൺസ്റ്റാന്റിനോപ്പിളിൽ മെത്രാനായി, തെയോഡോർ സിറിയയിലെ മൊക്സൂസ്തിയായി മെത്രാനായി. അതുകൊണ്ട് ഇവരുടെ ദൈവശാസ്ത്രവും പരസ്പര ബന്ധിതങ്ങളാണ്. ഇവരുടെ ദൈവശാസ്ത്ര ശൈലി ഒന്ന് തന്നെയാണ്. കാരണം രണ്ടുപേരും അന്ത്യോക്യ എന്ന സ്ഥലത്ത് നിന്നുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ. അന്ത്യോക്യ, പുരാതന അന്ത്യോക്യയിൽ നിന്നുള്ള രണ്ട് പ്രമുഖ ചിന്തകരാണ് ക്രിസോസ്റ്റമും രണ്ടാമത് തെയോഡോർ ഓഫ് മൊക്സൂസ്തിയായി. ക്രിസോസ്റ്റം മരിക്കുന്നത് 407 വളരെ ചെറുപ്പത്തിലെ ക്രിസോസ്റ്റം മരിച്ചു. ക്രിസോസ്റ്റം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം? സ്വർണ്ണ നാവുള്ളവൻ. മരിച്ച് 100 വർഷം കഴിഞ്ഞപ്പം സഭ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ടൈറ്റിലാണ് ക്രിസോസ്റ്റം, മീനിങ് ഗോൾഡൻ ടങ്. അതിമനോഹരമായ പ്രഭാഷണ ശൈലി. ക്രിസോസ്റ്റമിന്റെ വാക്കിൽ പറഞ്ഞാൽ ഈ ഭാഷാ വരവെന്ന് വെച്ചാൽ മനോഹരമായി പ്രസംഗിക്കാനുള്ള വരവാണ്. ശരിക്കും ഭാഷാവരമാണ്. ഈ സഭ നിൽക്കണമെങ്കിൽ അതിമനോഹരമായിട്ട് വചനം പങ്കുവയ്ക്കണം. അത് ദൈവം തരുന്ന, പരിശുദ്ധാത്മാവ് തരുന്ന ഗിഫ്റ്റാണ്. അതായിരുന്നു ക്രിസോസ്റ്റം. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പട്ടണത്തിലെ മെത്രാനായിരുന്നു. ഈ ക്രിസോസ്റ്റം തന്റെ കുർബാനയെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ 2 കാര്യം എപ്പോഴും എടുത്തു പറയും. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ കുർബാന ബലിയാണ്. രണ്ടാമത്തെ കാര്യം, അപ്പത്തിലും വീഞ്ഞിലും ഈശോ സന്നിഹിതനാണ്. പ്രിയപ്പെട്ടവര്, കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്രയിലാണ്. കത്തോലിക്ക സഭയുടെ യൂക്രിസ്റ്റിക് തിയോളജി, വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാന ബലിയാണ്. തുടക്കം മുതല് നിങ്ങളോട് പറഞ്ഞ ചിന്തയാണ്. രണ്ടാമത്തേത്, ഈ അപ്പത്തിലും ഈ വീഞ്ഞിലും അവൻ സന്നിഹിതനാണ്. ബലിയാണ് എന്ന് പറയുമ്പോൾ ക്രിസോസ്റ്റം പറയും, ഇത് കുരിശിലെ ബലിയാണ്. അതുകൊണ്ട് രസകരമായ ചില പദങ്ങളിൽ കൂടി അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നു. ഭയജന്യമായ ബലി, ഭയം ജനിപ്പിക്കുന്ന, ഫിയർ ജനിപ്പിക്കുന്ന ബലി, പരിപാവനമായ ബലി. എന്നിട്ട് പറയും, ഇത് ഭീതികരമായ ബലി. ഈ പദങ്ങൾ ഒരു നെഗറ്റീവ് സെൻസിലല്ല കേട്ടോ, ഒരു ബിബ്ലിക്കൽ ടേംസ് ആണ്. ദൈവത്തോടുള്ള ബന്ധം. ഭയം ജനിപ്പിക്കുന്നു, ഭീതികരമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ദൈവത്വം നമ്മൾ അനുഭവിക്കുമ്പോഴുള്ള ആ ഒരു ഭയം. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഭയവും ഭക്തിയുള്ളവരായിരിക്കണം എന്ന് പറയും. ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഭയമാണ്. പിന്നെ അദ്ദേഹം ഈ സാന്നിധ്യത്തെ കുറിച്ച് എടുത്തു പറയുന്നു. എന്ന് വെച്ചാൽ ഒരു എക്സ്പ്രഷൻ ഞാൻ പറയാം. അൾത്താരയിൽ കൊല്ലപ്പെട്ടവനായി അവൻ കിടക്കുന്നു, കുരിശിൽ മരിക്കപ്പെട്ടവനായി അൾത്താരയിൽ അവൻ കിടക്കുന്നു. അങ്ങനെയുള്ള എക്സ്പ്രഷൻസ്, പദപ്രയോഗങ്ങള് ക്രിസോസ്റ്റമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുർബാനയെ കുറിച്ച് പറയുമ്പം അദ്ദേഹം ഒരു പ്രത്യേക പദം ഉപയോഗിക്കുന്നുണ്ട്, ശൂന്യവൽക്കരണം. ശൂന്യവൽക്കരണം എന്ന് വെച്ചാൽ ഈശോ താഴേക്ക് വന്നു. അത് അദ്ദേഹം പറയുന്നത് ഈ ദൈവിക വെളിപാട് മുഴുവൻ അതാണ്. നമ്മൾ പഴയ നിയമം മുഴുവൻ എടുക്കുമ്പം ഉന്നതനായ ദൈവം, എല്ലാറ്റിൻ്റെയും ഉടയവനായ ദൈവം, അവനെന്നും താഴേക്ക് വന്നു. ദൈവം താഴേക്ക് വന്നില്ലെങ്കിൽ വെളിപാട് നടക്കത്തില്ല.
മനുഷ്യന്റെ തലത്തിലേക്കുള്ള ദൈവത്തിന്റെ ഒരു ഇറങ്ങി വരവ്. വിശുദ്ധ ബൈബിള് മുഴുവൻ അതാണ് നമ്മൾ വായിക്കുന്നത്, പഴയ നിയമവും പുതിയ നിയമവും. ഈ ഇറങ്ങി വരവ് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്ന നിമിഷം എന്ന് പറയുന്നത് ദൈവം എന്തായപ്പോഴാണ്? മനുഷ്യനായപ്പോൾ. കാര്യം മനസ്സിലായല്ലോ? പഴയ നിയമത്തിൽ പല രീതിയിൽ ദൈവം സംസാരിക്കുന്നു. ദൈവം ഇറങ്ങി വരിക നമ്മുടെ തലത്തിലേക്ക്, മനുഷ്യന്റെ തലത്തിലേക്ക്. ഈ മനുഷ്യന്റെ തലത്തിലേക്കുള്ള ഇറങ്ങി വരവ് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവം മനുഷ്യനായപ്പോഴാണ്. അത് കഴിഞ്ഞ് ഈ ക്രിസോസ്റ്റം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക. ഈ ഇറങ്ങി വരവിന്റെ തുടർച്ചയാണ് മനുഷ്യനായി. ഈ ഇറങ്ങി വരവിന്റെ തുടർച്ചയാണ് വിശുദ്ധ കുർബാനയിലുള്ള അവന്റെ ഇറങ്ങി വരവ്. മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ് വിശുദ്ധ കുർബാന. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അവൻ മനുഷ്യനായി, അവൻ അപ്പമായി. ഇതാണ് അങ്ങനെ ഒരു തലത്തിലേക്ക് ദൈവപുത്രൻ ഇറങ്ങി വന്നു. അടുത്തതായിട്ടൊരു പോയിന്റ്, ഈ ജോൺ ക്രിസോസ്റ്റമും ഒബ്സോസ്റ്റിയയിലെ തേഡോറും വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ തീർച്ചയായിട്ടും യുക്രിസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, കുർബാന എന്ന് തേഡോറ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, കുറെ കൂടി കോമൺ ആയി ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, മിസ്റ്ററീസ്, രഹസ്യങ്ങൾ. രഹസ്യങ്ങൾ എന്ന് പറയുന്നത് കർത്താവിന്റെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പുമാകുന്ന രഹസ്യങ്ങൾ. ഇവരുടെ കമന്ററീസിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇതാണ്, രഹസ്യങ്ങളുടെ അനുസ്മരണം. ഈ ക്രിസോസ്റ്റം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ഭീതിജനകമായ രഹസ്യങ്ങൾ, അവാച്യമായ രഹസ്യങ്ങൾ, വിവരിക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ. അതുകൊണ്ട് രഹസ്യങ്ങൾ എന്നുള്ള പദം ഈ രണ്ടു പേർക്കും വളരെ കോമണാണ്, തേഡോറിനും ക്രിസോസ്റ്റമിനും. ഇനിയും മറ്റൊരു എക്സ്പ്രഷൻ കൂടിയുണ്ട്. അത് പറഞ്ഞ് ഈ ക്രിസോസ്റ്റമിന്റെ ചിന്തകള് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്രേമം പറയുന്ന, അപ്രേം ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു ചിന്തയാണ്. കർത്താവിന്റെ തിരുവിലാവിൽ കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് സഭയാണ്. സഭ വരിക കർത്താവിന്റെ പാർശ്വത്തിൽ. ആദാമിൽ നിന്നും ആരെ സൃഷ്ടിച്ചു? ഹവ്വായെ. ഹവ്വ സഭയുടെ പ്രതീകം എന്ന് പറഞ്ഞ പോലെ രണ്ടാമത്തെ ആദത്തിൽ നിന്നും സഭ ജനിക്കുന്നു. അതൊരു മറ്റൊരു രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുക. സഭ ഉണ്ടാകണമെങ്കിൽ ഈ രണ്ട് കൂദാശകൾ പ്രത്യേകിച്ച് ഉണ്ടായിരിക്കണം, മാമോദീസായും ബാക്കി പറഞ്ഞേ വിശുദ്ധ കുർബാനയും. അപ്രയം പറഞ്ഞിരിക്കുന്നത് ഇവിടെ തുടരുന്നത് നമ്മൾ കാണുക. രക്തം വിശുദ്ധ കുർബാനയുടെയും പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ട വെള്ളം മാമോദീസായുടെയും പ്രതീകങ്ങളാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ സഭയിൽ. അത് ക്രിസോസ്റ്റം അപ്രേമിനെ പോലെ അല്ലെ അപ്രേമിനെ പിഞ്ചെന്ന് ഈ ചിന്ത അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് മൊപ്സുവെസ്റ്റിയയിലെ വിശുദ്ധ തേഡോ, മൊപ്സുവെസ്റ്റിയയിലെ മാർ തേഡോ. ഇവർ രണ്ടുപേരും
അന്ത്യോക്യൻ സ്കൂളിന്റെ ആളുകൾ, സ്കൂൾ ഓഫ് അന്ത്യോക്യൻ സ്കൂളിന്റെ ഏറ്റവും വലിയ ചിന്തകൻ മൊക്സൂസ്ത്യായിലെ തേനോറാണ്. ഇവർ രണ്ടുപേരും വിശുദ്ധ കുർബാനയെ കുറിച്ച് ശക്തമായിട്ട് പഠിപ്പിച്ചു. ഈ ആധുനിക കാലത്ത് ക്രിസോസ്റ്റമിനെ വിളിക്കുന്നത് തന്നെ വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രജ്ഞനെന്നാണ്. പക്ഷെ അതിനേക്കാൾ ശക്തമായിട്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്ന ആളാണ് മൊക്സൂസ്ത്യായിലെ തേനോർ. അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രത്തെ വിളിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ലിറ്റർജി സെന്റേർഡ് തിയോളജി, സാക്രമെന്റ്സ് സെന്റേർഡ് തിയോളജി. അല്ലെങ്കിൽ മാമോദീസായിലും വിശുദ്ധ കുർബാനയിലും കേന്ദ്രീകൃതമായ ദൈവശാസ്ത്രം എന്ന് വെച്ചാൽ മാമോദീസായിൽ ആരംഭിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ തുടരുന്നു. അദ്ദേഹം പറയുന്നത് ഈശോ ഒരു പുതിയ യുഗം തുടങ്ങി. A new age, AGE, was inaugurated by Christ. അപ്പോൾ ഈശോ ആരംഭിച്ച ആ പുതിയ യുഗം അത് സഭയുടെ യുഗമാണ്. അത് അവസാനിക്കുന്നത് സ്വർഗത്തിൽ. മുൻകൂട്ടി ഇവിടെ ആവിഷ്കരിക്കണം. സ്വർഗീയ ജീവിതം മുൻകൂട്ടി ഇവിടെ ആവിഷ്കരിക്കണം. അതിവിടെ നടക്കുന്നത് ഈ രണ്ട് കൂദാശകളിലാണ്. മാമോദീസായിൽ അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഓരോ വ്യക്തിയും മാമോദീസായിലൂടെ ഈശോയിലായിരിക്കുകയാണ്. ഒരു പുതിയ യുഗം, ഒരു പുതിയ പിറവി നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ് മാമോദീസായിൽ ആരംഭിച്ച പുതിയ ജീവിതം പരിപോഷിപ്പിക്കപ്പെടുന്നത്, നിരന്തരം പരിപോഷിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ്. മാമോദീസായിലെ ജീവിതം എന്ന് പറയുന്നത് ഈശോയോട് കൂടിയുള്ള ജീവിതമാണ്. പക്ഷെ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവുള്ള ജീവിതം വീണ്ടും എന്നും പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ മനുഷ്യരായി ജനിച്ചു. നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത്? ഭക്ഷണം കഴിച്ചു. നമ്മൾ ആത്മീയമായിട്ട് ജനിച്ചു. എവിടെ ജനിച്ചു? മാമോദീസായി ജനിച്ചു. അപ്പൊ ആത്മീയമായിട്ട് വീണ്ടും നമ്മൾ പരിപോഷിപ്പിക്കപ്പെടണം. അതുകൊണ്ട് ആത്മീയ ഭക്ഷണം വിശുദ്ധ കുർബാന. തേനോർ കുർബാനെ വിളിക്കുന്നത് അതിന്റെ ഒരു എക്സ്പ്രഷൻ ഇതാണ്: ആത്മീയ ഭക്ഷണം. ഇതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ശക്തമായി അവതരിപ്പിക്കുന്ന ഒരാശയമുണ്ട്. വരാനിരിക്കുന്ന സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാണ് വിശുദ്ധ കുർബാന. വത്തിക്കാൻ കൗൺസിൽ ഇതേ സെന്റൻസ് ഉപയോഗിക്കുന്നു വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നത്. തേനോറിന്റെ തിയോളജിയാണ്. സ്വർഗീയ ജീവിതം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയാണ്. എന്ന് വെച്ചാൽ സ്വർഗീയ ജീവിതം എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ ഈശോ, അവൻ തന്റെ കൃപ നമ്മളിലേക്ക് ചൊരിയുന്നത് എന്ന് വെച്ചാൽ ഈശോയുടെ. നിങ്ങളൊരു കാര്യം നിങ്ങൾ എബ്രായ ലേഖനം വായിച്ചാൽ അറിയാം. ഈ എബ്രായ ലേഖനവും വെളിപാട് പുസ്തകമൊക്കെ കുർബാനയെ കേന്ദ്രീകരണം. അത് കൃത്യം ഈ തേനോറിലാണ്. ബൈബിളിൽ ഈ എബ്രായ ലേഖനം പ്രത്യേകിച്ച് ഈശോ ഒരിക്കൽ ബലി അർപ്പിച്ചു എന്നേക്കുമായിട്ടുള്ള ബലി, ആ ബലി എവിടെയാണ്? അതിന്റെ മൂല്യം ഒരിക്കലും ഇല്ലാതാകത്തില്ല. മനുഷ്യപുത്രൻ അർപ്പിച്ച ആ ബലി എന്ന് പറയുന്നത് അത് മൃഗബലി പോലെയല്ല. അത് എപ്പോഴും അർപ്പിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ അർപ്പിച്ച ബലി സ്വർഗത്തിൽ നിന്ന് സജീവമാണ്. അതാണ് ഈശോയുടെ ഉയർപ്പ്. അതുകൊണ്ട് ആ സ്വർഗീയ ബലിയിൽ നിരന്തരം നമ്മൾ പങ്കുപറ്റിക്കൊണ്ടിരിക്കുക. അല്ലേ സ്വർഗത്തിൽ ജീവിക്കുന്ന ഈശോ, ഉയർത്തെഴുന്നേറ്റ ഈശോ തന്റെ കൃപ നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ആദ്യം മാമോദീസായിൽ കൂടി, അതിന്റെ തുടർച്ചയായിട്ട് എവിടെ? വിശുദ്ധ കുർബാന. ഇതാണ് സ്വർഗത്തെ കേന്ദ്രീകരിച്ചാണ് ഈ തേനോർ
വിശുദ്ധ കുർബാനയെ അവതരിപ്പിക്കുന്നു. അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ബ്രെഡ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, അമർത്യതയുടെ അപ്പം. കാരണം നമ്മൾ അമർത്യരാക്കപ്പെടുന്നു, സ്വർഗീയ ജീവിതത്തിൽ പങ്കുചേരും. ഇത് അമർത്യതയുടെ അപ്പം ആയിരിക്കുന്നത്, അതിൻ്റെ റീസൺ തെടൂർ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ്. അതാണ് നമ്മുടെ കുർബാനക്രമം നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകൾ വരും. ഈ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്കുള്ള പ്രാധാന്യം. ഈശോ ഉയർപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലായിരിക്കുന്നത് പോലെ ഇവിടെയും ആ ഉയർപ്പിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ കയറുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് കുർബാനയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം അതിശക്തമായിട്ട് മൊപ്സോസ്റ്റിയയിലെ തേഡോറ് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേരെ കൂടി അവതരിപ്പിക്കാനുണ്ട്. നമ്മൾ 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവതരിപ്പിച്ചോളാം. അതിനുശേഷം അരമണിക്കൂർ നമുക്ക് ഡിസ്കഷനുള്ള സമയം. കുർബാനയിലേക്ക് കയറുമ്പം പിതാക്കന്മാർ എന്ത് മനോഹരമായിട്ടാണ് ഈ രഹസ്യത്തെ അവതരിപ്പിക്കുന്നതെന്ന് നോക്കി. ഏതെല്ലാം വീക്ഷണ കോണിൽ കൂടിയ. ഇനിയുള്ള അടുത്തയാള് പാശ്ചാത്യ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സഭാപിതാവായ വിശുദ്ധ അഗസ്തീനോസ് 430 മരിച്ചയാണ്, 5-ാം നൂറ്റാണ്ടിൽ. The greatest father of the Latin tradition. അഗസ്റ്റിൻ തൻ്റെ ചിന്തകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്, തൻ്റെ ദൈവശാസ്ത്രവും ആത്മീയ ദർശനങ്ങളും അതെല്ലാം രൂപപ്പെടുത്തുന്നത് ഒരു പ്രത്യേക ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അത് മറ്റൊന്നുമല്ല, സ്നേഹം, ചാരിറ്റി. സ്നേഹം എന്ന് വെച്ചാൽ ദൈവ സ്നേഹം. ഇതിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയെ വിശുദ്ധ അഗസ്തീനോസ് വിളിക്കുന്നത് ഇങ്ങനെയാണ്: സ്നേഹത്തിന്റെ അപ്പം. രണ്ടാമത് സിപ്രിയാൻ പഠിപ്പിച്ചതിന്റെ തുടർച്ചയായി വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് ഐക്യത്തിന്റെ കൂദാശ, the sacrament of unity. സ്നേഹമില്ലെങ്കിൽ വിശുദ്ധ കുർബാനയില്ല. നമ്മളിപ്പം ബലി അർപ്പിക്കുന്നു എന്ന് പറയും. നമ്മൾ അർപ്പിക്കുന്ന ബലിയല്ല, കാഴ്ചവസ്തുവാണ്. അതൊന്നും കുർബാനയിൽ അർപ്പിച്ചിട്ട് വലിയ കാര്യമില്ല. നമ്മൾ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എന്ന് വെച്ചാൽ സ്നേഹമാണ്. ഓരോ ബലിയിലും നമ്മൾ അർപ്പിക്കുന്നത് സ്നേഹമാണ്. അതോടൊപ്പം തന്നെ ഈശോയുടെ കുരിശിലെ ആ സ്നേഹം, അതിന്റെ പുനരാവിഷ്കരണം. ആയതിനാൽ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഇത് സ്നേഹത്തിന്റെ അപ്പം, ഇത് ഐക്യത്തിന്റെ കൂദാശയാണ്. ഈ ബലി അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യം അത് തന്നെയാണ്. ബലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല. പുതിയ നിയമത്തിലെ ബലി എന്ന് പറയുമ്പോൾ ബലിയുടെ ചൈതന്യം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്: ദൈവസ്നേഹവും പരസ്നേഹവും. അതോടൊപ്പം ബലിയാണ്. അത് കൗദാശികമായി അർപ്പിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയാണ്. കർത്താവിന് വേറൊന്നും വേണ്ട. ഈ സ്നേഹത്തിന്റെ അർപ്പണമാണ് വിശുദ്ധ കുർബാന. എന്നിട്ട് അഗസ്തീനോസ് പറയുന്നു, സഭയോട് ചേർന്നിരിക്കുമ്പം ഈശോയോട് ചേർന്നിരിക്കും. സഭ കാതോലികമാണ്. കത്തോലിക്ക സഭയിലായിരിക്കുന്നവൻ മിശിഹായോട് ചേർന്നിരിക്കുന്നു.
സഭയുടെ കൂട്ടായ്മയ്ക്ക് പുറത്തോ അത് വിശുദ്ധ കുർബാന ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ശത്രുതയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. സ്നേഹത്തിലായിരിക്കുമ്പോൾ, ഐക്യത്തിലായിരിക്കുമ്പോൾ, കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ഞാൻ ഈ ആശയം നേരത്തെ പറഞ്ഞതാണ്, അവിടെയാണ് നമുക്ക് കൃപ കിട്ടുന്നത്, ദൈവത്തിന്റെ കൃപ. കൊണ്ട് സഭയാകുന്ന ആ കൂട്ടായ്മയ്ക്ക് പുറത്ത് നമുക്ക് കൃപ കിട്ടുന്നില്ല. അതുകൊണ്ട് അതിന്റെ കൺക്ലൂഷൻ ഇതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയും, സഭയുടെ കൂട്ടായ്മയിലല്ലാതെ ശത്രുതയിലായിരിക്കുന്നവർ വേറൊരു സഭ ഉണ്ടാക്കി വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ ആ വിശുദ്ധ കുർബാന ഫലദായകമായിരിക്കത്തില്ല. കാരണം സ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നില്ല. അഗസ്റ്റിൻ ഇതിനെ വിളിക്കുന്നത് സാക്രമെന്റൽ ഗ്രേസ്, ഉദാശകളിൽ കൂടിയുള്ള കൃപാവരം. കൃപയ്ക്ക് ഒത്തിരി മാനങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃപയല്ലാതെയും കിട്ടുന്നുണ്ട്. കൃപ ഒരു വിശാല അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പദപ്രയോഗമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉദാശകളിൽ കൂടി ദൈവം നമ്മുടെ ഉള്ളിലേക്ക് ചൊരിയുന്ന കൃപാവരമാണ്. ആ കൃപ നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോഴാണ്, ഐക്യത്തിലായിരിക്കുമ്പോഴാണ്, അഥവാ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് അവിടെ കൗദാശിക കൃപാവരം നമുക്ക് ലഭിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നു. ഈ ഒരു 5 മിനിറ്റ് വെച്ചുകൊണ്ട് അവിടെ നമ്മള് മാർ അപ്രേമിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മുടെ സഭയുടെ പൗരസ്ത്യ സുറിയാനി സഭകളുടെ മുഴുവന്റെയും വലിയ പിതാവാണ് മാർ അപ്രേം. 373 അപ്രേം മരിക്കുന്നത്, 4-ാം നൂറ്റാണ്ടിൽ. തേടൂറും ക്രിസോസ്റ്റമും അഗസ്റ്റിനും ഒക്കെ 5-ാം നൂറ്റാണ്ട്. ഞാൻ അപ്രേമിനെ അവസാനം അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സുറിയാനി ദൈവശാസ്ത്രം അല്ലെ മാർ അപ്രേമിന്റെ ദൈവശാസ്ത്രം പ്രതീകങ്ങളുടെ ദൈവശാസ്ത്രമാണ്. പ്രതീകങ്ങൾ എന്ന് വെച്ചാൽ സിംബൽ. ബൈബിളിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ നിന്നുമുള്ള സിംബൽസ് എടുക്കുക. ഒരു പ്രതീകം വെച്ചുകൊണ്ട് ഒരർത്ഥമാണ്. അപ്പൊ വിശുദ്ധ കുർബാനയ്ക്ക് ധാരാളം പ്രതീകങ്ങളുണ്ട്. അതിലൊരു ചില പ്രതീകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, അദ്ദേഹം പറയുന്നത് മെഡിസിൻ ഓഫ് ലൈഫ്. ഇഗ്നേഷ്യസ് മുതൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഇവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ജീവൻ നൽകുന്ന ഔഷധം, ജീവൻ രക്ഷയാണ്. ഔഷധം മരുന്നാണ്. ഔഷധം ആവശ്യമുള്ളത് പാപികൾക്കാണ്. പാപം നമ്മുടെ രോഗമാണ്. മനസ്സിലായതിന്റെ കണക്ഷൻ. ജീവന്റെ ഔഷധം നമ്മുടെ പ്രാർത്ഥനകളിലാണ്. രണ്ടാമത്തെ പ്രതീകം തീക്കട്ട. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6:6 പറയുന്ന ആ പദപ്രയോഗം. യെശയ്യായെ സറാഫുകള് വിശുദ്ധീകരിച്ച ഒരു തീക്കട്ടയാണ്. നിങ്ങൾ അന്ത്യോക്യൻ കുർബാനക്രമം, സീറോ മലങ്കര സഭയുടെ കുർബാനക്രമം കണ്ടിട്ടുണ്ട്. അത് കുർബാന കൊടുക്കുമ്പോൾ തീക്കട്ട നമ്മളുടെ നാവിലേക്ക് വെച്ച് തരുമ്പം തീക്കട്ട. അത് യെശയ്യായുടെ നാവിൽ വെച്ചത് തീക്കട്ട. മാർ അപ്രേമാ പറയുന്നത് ആ തീക്കട്ട വിശുദ്ധ കുർബാന, ഈശോ സ്ഥാപിക്കാനിരുന്ന വിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. ഈ തീക്കട്ട ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക അർത്ഥത്തിലാണ്. അഗ്നി ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകം. വിശുദ്ധ കുർബാനയിൽ മാർ അപ്രേം പറയുന്ന ഒരു എക്സ്പ്രഷൻ ഇതാണ്: നമ്മൾ പരിശുദ്ധാരൂപിയെ ഭക്ഷിക്കുന്നു.
We eat the ruha. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുന്നു. ഒരു പടി കൂടെ കടന്നു മാറപ്രയം പറയും, നമ്മൾ അരൂപിയെ നമ്മൾ ഭക്ഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ കുർബാന കൊടുക്കുമ്പം തീക്കട്ട എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുമാണ് തീക്കട്ട എന്നുള്ള പ്രയോഗം. ഇത് ചില കാലങ്ങളിലാണ്. ഈ യാക്കോബായക്കാരൊക്കെ കുർബാന കൊടുക്കുമ്പോൾ തീക്കട്ട. അത് യേശയ്യ 6:6 വ്യാഖ്യാനം. അത് അത്രയുമാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്. വിശുദ്ധ കുർബാന യേശയ്യായെ വിശുദ്ധീകരിച്ച തീക്കട്ടയാണ്. അടുത്തത് പെസഹ കുഞ്ഞാണ്. അത് പല പിതാക്കന്മാരും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ കാര്യം പറയട്ടെ. അത് ഈ നമ്മുടെ പഴയ മാർപ്പാപ്പ ബെനഡിക്റ്റ് പാപ്പ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പെസഹ ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാന ഇല്ല. ഈശോ നമ്മുടെ പെസഹ കുഞ്ഞാടായി തീർന്നു. ഇതാണ് വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ബൈബിളിലെ അടിസ്ഥാനം. ഇത് പെസഹ കുഞ്ഞാടാണ്. ഈശോ പുതിയ പെസഹ കുഞ്ഞാണ്. ഈശോ കുരിശിൽ മരിച്ചു. ഈശോ കുരിശോ മരിച്ചത് മുൻകൂട്ടി ഈശോ ആവിഷ്കരിച്ചതാണ് അന്ത്യത്താഴ്. ഈശോ കുരിശിൽ മരിച്ചു. അത് യഥാർത്ഥ പെസഹ കുഞ്ഞാടായി തീർന്നു. അവിടെ പഴയ നിയമ പെസഹ ഇല്ലാതായി. കുരിശിലെ ബലി ആവർത്തിക്കുന്നതാണ് ഈശോയാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാട്. ആ പെസഹ കുഞ്ഞാടായി അവിടുന്ന് മാറുന്നത് കുരിശിലാണ്. കുരിശിൽ എന്ത് നടന്നോ അത് മുൻകൂട്ടി ആവിഷ്കരിച്ചത് അന്ത്യത്താഴവും. കുരിശിലെ ബലി, ആ കുഞ്ഞാടിന്റെ കുരിശിലെ ബലി തുടരുന്നത് വിശുദ്ധ കുർബാന. 3 തലമാണ്: അന്ത്യത്താഴ്, കുരിശിലെ ബലി, വിശുദ്ധ കുർബാന. അതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് മാറപ്രയം അവതരിപ്പിക്കുന്നത്. പിന്നെയും പല പ്രതീകങ്ങളുണ്ട്. പറുദീസായിലെ വൃക്ഷത്തിന്റെ ഫലം. പറുദീസായിലെ വൃക്ഷം പറിക്കലെന്ന് പറഞ്ഞു. വൃക്ഷത്തിന്റെ ഫലം അത് പറിക്കലെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇന്ന് അത് ഭക്ഷിക്കാൻ അനുവാദം തന്നിരിക്കുന്നു. അത് ഇഷ്ടമാണ്. പിന്നെ ഒരു നാച്ചുറൽ സിമ്പിൾ. പേറെന്ന് വെച്ചാൽ എന്താണ്? PAR, പവിഴം എന്നുള്ളതാണ്. കുർബാനെ അങ്ങനെയുള്ള ചില നാച്ചുറൽ സിമ്പിൾസ് കൂടി മാറപ്രയം അവതരിപ്പിക്കുന്നു. ഇനിയും അദ്ദേഹം പറയുന്ന ഒരു 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 2 മിനിറ്റൂടെ മതി. ദൈവം മനുഷ്യനായി കുരിശിൽ മരിച്ചു. അതാണ് മനുഷ്യാവതാരം. ഈ മനുഷ്യാവതാരം എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ആ രക്ഷ ഇന്ന് നമുക്ക് അനുഭവിക്കണം. എന്ന് വെച്ചാൽ മനുഷ്യാവതാരത്തിന്റെ ഫലങ്ങൾ, ബൈബിളിലെ ഭാഷയിൽ പറഞ്ഞാൽ നീതീകരണം, രക്ഷ. ആ രക്ഷ ഇന്ന് നമുക്ക് അനുഭവവേദ്യമാകുന്നത്, ബാക്കി നിങ്ങൾക്ക് പറയാം, രക്ഷയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ ഈ വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ആരാണ്? നമുക്ക് വിശുദ്ധ കുർബാന നൽകുന്ന ആരാണ്? സഭയാണ്. സഭ ആരാണ്? നമ്മുടെ അമ്മയാണ്. ഈ അമ്മ നമുക്ക് നൽകുന്ന ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. സഭ എപ്പോഴും വിശുദ്ധ കുർബാന തരും. സഭയുടെ ഏറ്റവും വലിയ മാതൃക ആരാണെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് സഭയാണ്. നമ്മൾ സഭയുടെ മാതാവ്. സഭ എന്താണോ അത് മാതാവിലേക്ക് നോക്കിയാൽ, മാതാവ് ഉള്ളത് കൊണ്ടാണ് മനുഷ്യാവതാരം.
മാതാവ് ആരെ തന്നു? ഈശോയെ തന്നു. മാതാവിന്റെ സ്ഥാനത്ത് നിന്ന് സഭ നമുക്ക് എന്ത് തരുന്നു? ക്രിസ്തുവിന്റെ സ്ഥാനം. എഫ്രൈമിന്റെ മനോഹരമായ ദർശനം. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം. സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് മനോഹരമായി സഭാപിതാക്കന്മാരെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട തോമസ് പുളിപ്പിലച്ഛനാണ്. അച്ഛന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അധ്യാപകമാണ്. പടവാദത്തിനാരിയിലെ നാളുകളായിട്ട് സഭാപിതാക്കന്മാരുടെ കോഴ്സുകളെല്ലാം എടുക്കുന്നത് തന്നെയാണ്. ഞങ്ങളെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വളരെ കൃത്യമായിട്ടും നിഷ്ഠയോടും കൂടി കൃത്യതയോടും വ്യക്തതയോടും കൂടി സഭാപിതാക്കന്മാർ ഓരോരുത്തരും എന്താണ് കുർബാനയെ കുറിച്ചും ദൈവശാസ്ത്ര തർക്ക വിഷയങ്ങളെ കുറിച്ചും ഒക്കെ വളരെ മനോഹരമായിട്ട് അച്ഛൻ ക്ലാസ് എടുക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇന്നും നമ്മളോടുകൂടെ ആയിരുന്നുകൊണ്ട് വളരെ സുന്ദരമായി സഭാപിതാക്കന്മാരെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട വീട്ടിലച്ഛന് നമ്മളിവിടെ കൂടിയിരിക്കുന്നവരെ ഓൺലൈൻ അയക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഇപ്പോൾ ചോദ്യോത്തര വേളയാണ്. ഓൺലൈനിലുള്ളവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം, ഇവിടെ ആയിരിക്കുന്നവർക്കും ചോദിക്കാനായിട്ടുള്ള അവസരം. ഓൺലൈനിലാണ്, ചോദിച്ചോട്ടെ? ഓക്കെ അച്ഛാ, വളരെ സിമ്പിൾ ആയിട്ട് ഒത്തിരി നന്നായിട്ട് മനസ്സിലായി ക്ലാസ്സുകളൊക്കെ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, അച്ഛന് ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും അർപ്പണമാണ് ബലി. അപ്പം അത് ആ ദൈവസ്നേഹവും പരസ്നേഹവും ഒന്നിച്ചു പോയില്ലെങ്കിൽ നമുക്ക് അവിടെ സാക്രമെന്റൽ ഗ്രേസ് കിട്ടാതെ പോകുന്നു. അപ്പം അന്നേരം അങ്ങനെയുള്ള വ്യക്തികൾ എന്നും പാപികളും അങ്ങനെ ആ ഗ്രേസ് ഇല്ലാതെ ഇരിക്കുവാണോ ചെയ്യുന്നത്? എന്താണ് അത്? ശരിയാ, നമ്മുടെ പാപങ്ങൾ വിമോചനം ഇവിടെ നടക്കുന്നുണ്ട്. പാപം എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ട് കാര്യമാണ്, ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും അഭാവം. കൃപ അല്ലെങ്കിലും ഉണ്ട്. ഇവിടെ അഗസ്റ്റിൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ശത്രുതയിലായിരിക്കുന്ന അവസ്ഥയെ വിശുദ്ധ അഗസ്റ്റിനും മറ്റുള്ളവരുടെയും സഭയിൽ നിന്നും ഭിന്നിച്ചു പോകുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ വ്യക്തിപരമായി സ്നേഹത്തിന്റെ അഭാവം നമുക്കുണ്ട്. അത് നമ്മൾ കുർബാനയിൽ തിരിച്ചറിയുകയാണ്. അപ്പൊ നമ്മൾ പാപികളാണെന്ന് തിരിച്ചറിയുമ്പോൾ കൃപയുണ്ട്. ഇവിടെ ഉദ്ദേശിച്ച ഇതാണ്, കൂട്ടായ്മയായിട്ട് ബന്ധമില്ലാതെ ഒരു ഭിന്നത സൃഷ്ടിക്കുകയും വേറൊരു സഭയിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നമുക്കറിയാവുന്ന, നമ്മൾ ഈശോയിലായിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എന്ത് കുറവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും തന്നെയാണ്. കുറവുണ്ടെന്നേ ഉള്ളൂ. ഇത് ഈ കൂട്ടായ്മയെ ഇല്ലാതാക്കുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് ഈ പിതാക്കന്മാര് സംസാരിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഹലോ. എന്നാലും ആ സാക്രമെന്റ് ഗ്രേസ് നമുക്ക് നഷ്ടമാവുമോ? അങ്ങനെ അല്ല, അങ്ങനെ സമൂഹത്തിൽ പല വ്യക്തികളും ഉണ്ട്, അങ്ങനെ കുറെ കാലങ്ങളായിട്ട് അങ്ങനെ പരസ്നേഹം ഇല്ലാതെയൊക്കെ ഇരിക്കുന്ന. അപ്പം പക്ഷെ കുർബാനയൊക്കെ കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ഗ്രേസ് ഇല്ലാതാവുമോ? അവര് പാപികളായി തീരുവോ? രോഗികളായി തീരുവോ? ആ അവസ്ഥയല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് അവരുടെ മനസ്സ് എന്താണോ അതനുസരിച്ച് കൃപ കിട്ടുന്നുണ്ട് അവരുടെ മനസ്സിൽ. പക്ഷെ ഇവര് പറയുന്നതിന്റെ പശ്ചാത്തലം ഇതാണ്, they are totally cut off from the church. അവര് കംപ്ലീറ്റ് സഭയ്ക്ക് പുറത്തായിരിക്കുന്ന ആ അവസ്ഥയാണ്. അവരൊരു പാരലൽ ഓൾട്ടറും ഒരു പാരലൽ ചർച്ചും സൃഷ്ടിക്കുന്ന ആ അവസ്ഥയെ കുറ്റപ്പെടുത്തുന്നതേ ഉള്ളൂ. ഒരു വിശാല അർത്ഥത്തിൽ കൃപ എങ്ങനെയാണ്, നമുക്ക് ആ അർത്ഥത്തിലുള്ള കൃപയെ നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ഭിന്നിക്കപ്പെട്ട സഭകൾ അത് കർത്താവിന്റെ സഭയാകുന്നില്ല. കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകുന്ന സഭകൾ കർത്താവിന്റെ സഭയാകുന്നില്ല. ആ അർത്ഥത്തിൽ മാത്രം നമ്മൾ ഇതിനെ എടുത്താൽ മതി. അന്തിമമായിട്ടുള്ള രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം പ്രവർത്തിച്ച് എങ്ങനെ ലോകം രക്ഷിക്കും, ആ അവസ്ഥയല്ല പറയുന്നത്. ഇത് സഭയെ ബോധപൂർവം ഭിന്നിപ്പിച്ച് വേറൊരു അൾത്താര സൃഷ്ടിക്കുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് ഈ പിതാക്കന്മാര് പറയുന്നത്. അവരുടെ കുർബാന അർപ്പണത്തെ കുറിച്ചാണ്. ഓക്കെ അച്ഛാ, അത് ക്ലിയർ ആയി. അപ്പം നമ്മുടെ സഭയിൽ നിന്ന് ഭിന്നിച്ച് നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയി യഹോവ
യഹോവ സഭ, അങ്ങനെ പെന്തക്കോസ്ത് സഭ, അങ്ങനെ പോകുന്നവരോ? അങ്ങനെ ഒത്തിരി പേര് പോകുന്നുണ്ടല്ലോ. എക്യുമെനിക്കൽ വേൾഡിൽ ചിന്തിക്കുമ്പോൾ ഒരു ഇന്നത്തെ സഭകളുടെ ആ എക്യുമെനിക്കൽ സഭൈക്യ രംഗത്ത് ഉള്ള ആ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ പൗരാണിക സഭകളെ, അതിന്റെ ഉദാശകളെ എല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതല്ല ഈ പിതാക്കന്മാരുടെ പഠനത്തിന്റെ പശ്ചാത്തലം. ഇന്ന് നമുക്കറിയാം, ഇപ്പൊ യാക്കോബായ സഭയ്ക്കും ഓർത്തഡോക്സ് സഭയ്ക്കും എല്ലാം നമ്മുടെ തന്നെ അതേ വിശുദ്ധ കുർബാനയും കാഴ്ചപ്പാടുമാണ് ഉള്ളത്. അതിനെയെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുമുണ്ട്, അത് ശരിയാണെന്ന് പറയുന്നുമുണ്ട്. പക്ഷെ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ അന്ന് ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ, ആ സഭകള് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തില് വ്യക്തമായ ശത്രുതയിൽ നിന്ന് സഭയെ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ്. അതിന്നും ചിലപ്പോൾ ഉണ്ട് കേട്ടോ. ചില സമൂഹങ്ങളിൽ വ്യക്തമായ ശത്രുതയിൽ നിന്നും സഭയെ സൃഷ്ടിക്കുന്നത്. അല്ലാണ്ട് പരമ്പരാഗതമായി പണ്ട് പിരിഞ്ഞു പോയ സഭകളെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ പെന്തക്കോസ്തുകാരെ കുറിച്ച് ചോദിച്ചാൽ അവർക്ക് യൂക്രിസ്റ്റ് ഇല്ലല്ലോ, അവർക്ക് കുർബാന ഇല്ലല്ലോ, അവർ ടോട്ടലി കർത്താവിന്റെ ബലിപീഠം അവർക്ക് ഇല്ലല്ലോ. അവർക്ക് കുർബാനയെ കുറിച്ച് പറയാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അതുകൊണ്ട് ഈശോയെ കുറിച്ചുള്ള ചില അറിവുകളും കാഴ്ചപ്പാടും ലോകം മുഴുവനുമുണ്ട്. ഈ ദൈവിക വെളിപാടിന്റെ അംശങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുന്നുണ്ട്. അതിനെ ഒന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. ഇത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു നിമിഷത്തിൽ ഒരാൾ ശത്രുത കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഇവിടെ പിതാക്കന്മാർ പറയുന്നുള്ളൂ. അല്ലാണ്ട് പരമ്പരാഗത സഭകൾ, ഇപ്പം ചർച്ച്, കോപ്റ്റിക് ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, ജാക്കോബൈൻ ചർച്ച്, അത് തെറ്റാണെന്നുള്ള സെൻസിലല്ല. അത് ഇന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അവരുടെ പോസിറ്റീവായ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ഇനി മറ്റുള്ളവർക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം. ഈശോയുടെ മരണം അന്ന് അത് കൊലപാതകമാണ്. അതെങ്ങനെയാണ് സഭ അത് ബലിയാണ് എന്ന് ഇതിലേക്ക് എത്തിയത്? സഭ ബലിയാണെന്ന് അത് എത്തുന്നത് കർത്താവ് തന്നെ, സുവിശേഷം തന്നെ എടുത്ത് അറിയാം. ഇത് മുഴുവൻ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടാണ്. അത് സുവിശേഷം മുഴുവൻ, സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും എല്ലാം പഴയ നിയമം പൂർത്തീകരിക്കപ്പെട്ടു. പഴയ നിയമം എന്നുള്ള ആ ജീവിതം മുഴുവൻ, ദ ഹോൾ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ സെൻട്രൽ പോയിന്റ് ബലി എന്നുള്ളതാണ്. പ്രാർത്ഥന അവർക്ക് ബലിയാണ്, എല്ലാം ബലിയാണ്. ആ കാഴ്ചപ്പാട് അതാണ് കുർബാനയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാനം പെസഹ ബലി എന്നുള്ളതാണ്. അതിൽ നിന്നുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഇത് ബലിയാകുക, ഈശോയുടെ കുരിശുമരണം. അല്ലാണ്ട് പിന്നീട് സഭ എത്തിയതല്ല. സഭ സുവിശേഷം സ്വീകരിക്കുന്നത് തന്നെ കാരണം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണല്ലോ ഈശോ. അപ്പൊ ആ പഴയ നിയമം മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ബലിയിലാണ്. പ്രത്യേകിച്ച് ജെറുസലേം ടെമ്പിൾ, അതാണ് ടെമ്പിൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇന്നും യഹൂദർ വേദനിക്കുന്നത്. ടെമ്പിൾ ഉണ്ടെങ്കിൽ ബലി അർപ്പണമുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് ഈശോ എന്നുള്ള ആ വ്യക്തിയുടെ സമർപ്പണവും നിൽക്കുന്നത്. അത് പിന്നീട് എത്തിച്ചേർന്നതല്ല, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഇന്റർപ്രിട്ടേഷൻ തന്നെയാണ് ബലി എന്നുള്ള കാഴ്ചപ്പാടാണ്. ഒരു സംശയം, അച്ഛൻ പറഞ്ഞതനുസരിച്ച് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അപ്പം മുറിക്കലിനപ്പുറം അത് കുരിശിലെ മരണം തന്നെയാണല്ലോ, അതാണല്ലോ പെസഹ ബലി എന്ന് പറയുന്നത്. അപ്പം അത് രണ്ട് സംശയമുള്ളൂ. ഒന്ന്, അത് കുരിശിലെ ബലി തന്നെയല്ലേ യഥാർത്ഥ കുർബാന സൂചിപ്പിക്കുന്നത്? രണ്ട്, അപ്പോൾ നമ്മുടെ ബലിപീഠത്തില് ഒരുപക്ഷെ തൂങ്ങപ്പെട്ട കുരിശ് വെക്കുന്നത് ശരിക്കും അർത്ഥവത്തല്ലേ? ഇന്നിപ്പോ മറ്റു കുരിശുകളൊക്കെ പറയുന്ന, അപ്പൊ കുർബാനയുടെ ഒരു അർത്ഥത്തോട് കൂടുതൽ ഒരുപക്ഷെ ചേർന്ന് നിൽക്കുന്നത് തൂങ്ങപ്പെട്ട കുരിശല്ലേ? കുർബാന എന്ന് പറയുന്ന കുരിശിലെ ബലി തന്നെയല്ലേ? ഈ രണ്ട് ചോദ്യങ്ങളായിരുന്നു. കുരിശിലെ ബലി എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ആദ്യ നൂറ്റാണ്ടിൽ വരെ ഈ രൂപങ്ങൾ എന്നുള്ള ഒരു സംഭവം ഇല്ല, ഐക്കണുകളാണ് ഉണ്ടായിരുന്നത്. ഈ 6-7 നൂറ്റാണ്ടുകളിൽ ഐക്കണുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുരിശിലെ ബലി എന്ന് പറയുമ്പോഴും ആ ബലിയുടെ ബലി ആയിരിക്കുന്നത്, ഈശോയുടെ മരണം യാഥാർത്ഥ്യമായിരിക്കുന്നത് ഉയർപ്പിൽ കൂടി. അപ്പൊ ഉയർപ്പിന്റെ രഹസ്യത്തോട് ചേർത്ത് മരണത്തെ അവതരിപ്പിക്കാൻ പറ്റും. ഈശോ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ പൗലോസ് പിന്നെ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമില്ല. ആ ബലി ജീവദായകമായിരിക്കുന്ന ഉയർപ്പിൽ കൂടിയാണ്. അപ്പോൾ ഈശോയുടെ മരണത്തിന്റെ പ്രതീകങ്ങളും അവിടെയുണ്ട്, ഉയർപ്പിന്റെ പ്രതീകങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഏത് വെച്ചാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം, ഈ രൂപങ്ങൾ എന്നുള്ളത് വളരെ ലേറ്റായ ഒരു അഡീഷനാണ്. ആദ്യകാലത്തെ മരണത്തിന്റെ പ്രതീകങ്ങൾ പോലെ ഐക്കണുകൾ ഉണ്ടായിരുന്നു, ഒരു 6-7 നൂറ്റാണ്ട്. അത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പൊ ഫ്രാൻസിസ് അസീസി ആണ് ഈ കുരിശുരൂപത്തിന്റെ ഒരു ഇത് പറയുന്നത്. പക്ഷെ ഫ്രാൻസിസ് അസീസി പോലെ ഉപയോഗിക്കുന്ന കുരിശുരൂപം നമ്മുടെ സ്റ്റാച്യൂസ് അല്ല, ഐക്കണുകളാണ്. അതുകൊണ്ട് ഇത് രണ്ടും കണക്റ്റഡാണ്. കാരണം മരണം ജീവദായകമായിരിക്കുന്നത് ഉയർപ്പുള്ളത് കൊണ്ടാണ്.
കാരണം നമ്മളെപ്പോഴും കണ്ടുമുട്ടുന്ന ഒരു ഈശോ എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ഈശോയാണ്. ആ മരണം ആ ഈശോയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്നത്, സഭയിൽ എപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് ജീവൻ നൽകുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇവിടെ ആളുണ്ട്, പുതിയ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിലൊക്കെ ചില ആളുകള് ഈശോ അർപ്പിച്ച അതേ ബലിയുടെ പുനരാവിഷ്കാരമാണെന്ന് കേൾക്കുന്നു, കേൾക്കുന്നുണ്ട്. ചിലര് അതൊരു അനുസ്മരണമാണെന്ന് പറയുന്നു. അനുസ്മരണത്തെ നമ്മൾ ഇന്ന് കാണുന്നതിനകത്തുള്ള ഒരു പ്രോബ്ലമാണ് അനുസ്മരണമായിട്ട്. അതിന് ഉപയോഗിച്ച പദം അനന്യസിസ് ആണ്. ഇനി ആവിഷ്കരണം അല്ലെ അനുസ്മരണം എന്ന് പറയുമ്പം ഇതിന് നമ്മൾ ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കുന്നുണ്ട്. കൗദാശികമായ ത്രൂ സിംബൽസ്. അപ്പം കുരിശിൽ എന്ത് നടന്നോ അത് കുരിശിൽ രക്ഷയുടെ അനുഭവം ഉണ്ടെങ്കിൽ ആ രക്ഷയുടെ അനുഭവം നമുക്ക് നടക്കണം. നമ്മളിൽ ആ രക്ഷയുടെ അനുഭവം വരണം. അത് വരണമെങ്കിൽ അതിന്റെ ആ ഫലം മുഴുവൻ നമുക്ക് കിട്ടത്തക്ക രീതിയിലായിരിക്കണം അനുസ്മരണം. നമ്മൾ ഈ അനുസ്മരണത്തെ കാണുന്ന ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നത്തിലാണ്. നമ്മൾ ഒരു കാര്യം അനുസ്മരിക്കുക, രാഷ്ട്രീയ കാര്യം അനുസ്മരിക്കുക, മരിച്ച ഒരാളുടെ പഴയ കാര്യം ഓർക്കുക എന്നുള്ളത്. ഇവിടെ ഈ സിമ്പിൾ വെച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും വെച്ചിരിക്കുന്ന ബലിപീഠം അത് ഒരു യാഥാർത്ഥ്യവൽക്കരണം. അതുകൊണ്ട് നമ്മൾ അനുസ്മരണത്തിന് നമ്മൾ യഥാർത്ഥം ഉപയോഗിക്കുന്ന പദം പുനരാവിഷ്കരണമാണ്. കാരണം അങ്ങനെ ആവിഷ്കരണം നടക്കുന്നില്ലെങ്കിൽ ഈ രക്ഷ നമുക്ക് അനുഭവവേദ്യം ആകത്തില്ല. മനസ്സിലായത്? അതുകൊണ്ട് അനംനെസിസ് എന്നുള്ള പദം ജസ്റ്റിന്റെ കാലം മുതൽ അനംനെസിസ് നിങ്ങൾക്ക് അനുസ്മരിക്കുമെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. അനംനെസിസ്, അനുസ്മരണം നമുക്കൊരു അനുഭവമായിരിക്കണം. അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യവൽക്കരണമാണ്. പക്ഷെ അതിനെ ഡിസ്റ്റിങ്ക്ട് ചെയ്യണം. ഇതൊരു ഡിസ്റ്റിങ് വെച്ചാൽ കൗദാശികമെന്ന് നമ്മൾ എടുത്ത് പറയും. കൗദാശിക സിംബൽസിൽ കൂടിയാണ് ഇത് യാഥാർത്ഥ്യം. അത് അനംനെസിസ് കറക്റ്റ്. അനംനെസിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. അനംനെസിസ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്താൽ അതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് പുനരാവിഷ്കാരം. നിങ്ങൾക്ക് ചോദിക്കാണ്ട് ചോദിക്കാം കേട്ടോ. അച്ഛാ, ഞാൻ വർഗീസാണേ. എന്റെ ചോദ്യം ഇതാണ്. ഈശോയുടെ ഇപ്പം സഹോദരൻ ചോദിച്ച ചോദ്യത്തിന്റെ കുരിശ് കിടക്കുന്ന രൂപം അല്ലേ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കട്ടെ? അതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു ചിന്ത ഇതായിരിക്കും, അതിന് തെറ്റിദ്ധരിക്കാൻപ്പെട്ട കാര്യമായ ചിന്ത ഇതായിരിക്കും. ഈശോയുടെ ബലി എന്ന് പറയുന്നത് അതിന്റെ കൾമിനേഷൻ മാത്രമായ കുരിശിലെ ബലിയിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈശോയുടെ ബലി എന്ന് പറയുന്നത് ഈശോയുടെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈശോയുടെ ജീവിത ബലിയാണല്ലോ. ആ ജീവിത ബലിയുടെ കൾമിനേഷൻ മാത്രമാണ് ഈ ക്രോസിൽ നടക്കുന്നത്. അപ്പൊ ഈശോയുടെ ജീവിതത്തെ മൊത്തമായിട്ട് നമ്മൾ കൊണ്ടുകൊണ്ട് ആ ജീവിതമാണ് നമ്മൾ ജീവിക്കാനായിട്ട് ഈശോ പറഞ്ഞിരിക്കുന്നത്. ആ കുരിശിലെ ബലി മാത്രമായിട്ട് നമ്മൾ പറയുന്നത് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംശയം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു. കുരിശിലെ ബലി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പം ചോദിച്ചത് ബലിപീഠത്തില് അല്ലെ ഉള്ള കുരിശുരൂപം വെച്ചിരിക്കും. കുരിശുരൂപം വെച്ചാലും കുരിശുരൂപത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തിരിച്ചും ഉത്ഥാനം എന്ന് പറയുമ്പോൾ കുരിശിൽ മരിച്ചവനെ കണ്ടോണ്ടേ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെങ്ങനെയായാലും പരസ്പര ബന്ധിതമായിട്ട് നിൽക്കത്തുള്ളൂ. കുരിശുമരണം ഉയർപ്പിലേക്കും, ഉയർപ്പ് കുരിശുമരണമായിട്ടുള്ള ആ ബന്ധത്തിലെയാണ്. അതുകൊണ്ട് ഇന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടിന്റെയും അർത്ഥം പരസ്പര ബന്ധിതമാണ്. കാരണം ഒരാള് നമ്മളിപ്പോ ആണെങ്കിൽ ഒരാളുടെ മരണം അനുസ്മരിക്കുമ്പം പോലും നമ്മൾ സാധാരണ ആളിന്റെ ഒരു ഓർമ്മ, ഒരു ആൾ ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലാണല്ലോ ആളിനെ കാണുന്നത്. ഞങ്ങൾക്ക് ഓൺലൈനിലുള്ളവർക്ക് കേൾക്കുന്നില്ല കേട്ടോ. ആരോ ഒരാൾ അൺമ്യൂട്ട് ചെയ്തോണ്ട് ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല അല്ലേ? ഹലോ, ശരിയാ. ഇത് പരസ്പര ബന്ധിതമായിട്ട് ഇതിനെ കാണാനേ പറ്റത്തുള്ളൂ. ഇനി ചോദിക്കാം കേട്ടോ, വേറെ ആൾക്ക് ചോദിക്കാം.
10 മിനിറ്റ് സമയം കൂടി ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെയുണ്ട്. അത് പുതിയ നിയമം ആയില്ലല്ലോ, അത് ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിന് ശേഷമുള്ളതല്ലേ. അതാണ് ദിദാക്കയെ കുറിച്ചാണ് ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് ശ്ലീഹന്മാരുടെ കാലഘട്ടം വെച്ചോണ്ടാണല്ലോ പുതിയ നിയമത്തിന്റെ കാനോൻ നിശ്ചയിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞുള്ളതാണ്. അപ്പൊ ഇത് പിതാക്കന്മാരിൽ പെട്ടതാ, ബൈബിളിൽ പെട്ടതല്ല. ബൈബിളിന് പുറത്തുള്ള ആദ്യത്തെ റൈറ്റിംഗ്. അതുകൊണ്ട് ബൈബിള് പോലെ അതിന് ബൈബിളിന്റെ കാറ്റഗറി അതിനകത്ത് പെടത്തില്ല. ആദ്യ രേഖയാണ്, സഭയിലെ ആദ്യ രേഖയാണ് ന്യൂ ടെസ്റ്റമെന്റ് കഴിഞ്ഞു. അച്ഛാ, നമുക്ക് ഈ ദിദാക്കെ എന്നുള്ള പ്രബോധനമൊക്കെ നമുക്ക് മലയാളത്തിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുവോ? ലഭ്യമാണോ അത്? ചെറിയൊരു വർക്ക് എന്നുള്ളതേ ഉള്ളൂ. 16 അധ്യായമേ ഉള്ളൂ. മലയാളത്തിലുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഡെഫിനറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു അച്ഛാ. അച്ഛാ, ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണ നാവുള്ളവൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പ്രസംഗിക്കാനുള്ള വരം, അപ്പൊ അതെല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടില്ല. വൈദികർ എല്ലാവരും തന്നെ പ്രസംഗിക്കാനുള്ള വരം ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കുർബാനയിൽ നേരത്തെ ഈ ഭീതിജനകമായ അവാച്യമായ എന്നുള്ള വാക്കുകൾ നേരത്തെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് അല്ല, അതിന് മുന്നത്തെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ ഈ വാക്കുകൾ. അത് ഈ പൗരസ്ത്യ പാരമ്പര്യങ്ങളിലെല്ലാം ഉണ്ട് ആ പദങ്ങൾ. അത് ബിബ്ലിക്കൽ ടേംസ് ആണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ചിന്ത അത് തന്നെയാണല്ലോ കുർബാനയിൽ നിൽക്കുമ്പോഴും ഉള്ളത്. അതുകൊണ്ട് ആ പദങ്ങള് ഭീതിജനകം എന്നുള്ള പദങ്ങള് അത് ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബിബ്ലിക്കൽ ടേംസ് ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനിയും ഈ ക്രിസോസ്റ്റം പറഞ്ഞ കാര്യം, ഈ ഭാഷാവരം എന്ന് പറയുന്നത്, ഈ വൈദികരെ കുറിച്ച് ക്രിസോസ്റ്റം പറയുമ്പം ക്രിസോസ്റ്റം പറയുന്ന ഒരു പ്രധാന കാര്യം ഇത് തന്നെയാണ് കേട്ടോ. മുമ്പ് സഹോദരി ചോദിച്ച ആ കാര്യം തന്നെയാണ്, പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് വൈദികർക്ക് ഈ ഭാഷാവരം ഉണ്ടായിരിക്കണം. കാരണം അത് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമാണെന്ന് ഈ ക്രിസോസ്റ്റം തന്നെ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ, വൈദികരോട് പറയുമ്പോൾ സൂചിപ്പിക്കുന്നു. ഒരു സംശയം കൂടെ. നമ്മളിപ്പോ ജീവിത വിശുദ്ധി തീർച്ചയായും വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അത് തമ്മിലുള്ള നേരത്തെയും ഒരുപക്ഷെ ജീവിതത്തിലുള്ള മൊറാലിറ്റി ഇല്ലായ്മ, അതേസമയം വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്ന അങ്ങനെ വൈരുദ്ധ്യത്തെ കുറിച്ച് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷൻ, ക്രിസ്ത്യൻ മൊറാലിറ്റിയും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയാണ്? നമുക്ക് ഒന്ന് ബ്രീഫായിട്ടൊന്ന് അതിന്റെ റിലേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ പാപികളായ ആളുകൾക്ക് കൃപ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സെൻസിൽ നമ്മൾ അത് മനസ്സിലാക്കല്ലേ. കാരണം സഭ മുഴുവനിലും നിരന്തര വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക, പാപമോചനം. നിങ്ങൾ ലോകത്തുള്ള ഏത് കുർബാനക്രമങ്ങൾ നോക്കിയാലും ആ പ്രാർത്ഥനകളിൽ മുഴുവൻ പറയുന്നത് നിരന്തരമായ പാപമോചനത്തെ കുറിച്ചാണ്. അതുകൊണ്ട് സഭയിലുള്ള എല്ലായിടത്തും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു വിശുദ്ധീകരണത്തിന്റെ പാപമോചനത്തിന്റെ അനുഭവം ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. പിതാക്കന്മാർ അന്ന് പറഞ്ഞത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്ന അർത്ഥത്തിലാണ്. ഇനിയും ഈ കൃപയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന്റെ കൃപ അല്ല, ദൈവത്തിന്റെ കരുണ, മേഴ്സി, അവിടെ ബൈബിള് തന്നെ എടുത്ത ഒരു കാര്യമുണ്ട്. അനുദപിക്കുന്ന പാപികളുടെ മേൽ ദൈവം കരുണ ചെയ്യുന്നു. കുർബാനയിൽ അത് തന്നെയാണ്. അനുതാപം കൃത്യം പറയുന്നുണ്ട്. എവിടെയും അനുദപിക്കുമ്പോൾ ദൈവം രണ്ട് പടി നമ്മളിലേക്ക്, നമ്മൾ ഒരു പടി അങ്ങോട്ട് കയറുമ്പോൾ ദൈവം 2 പടി ഇങ്ങോട്ട് ഇറങ്ങും. അതുകൊണ്ട് അനുദപിക്കുന്ന പാപിയുടെ മേൽ ദൈവത്തിന്റെ കരുണയുണ്ട്. അത് കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട കണ്ടീഷൻ ഇതാണ്, നമ്മൾ അനുദപിക്കുന്നവരായിരിക്കണം. അപ്പൊ അനുതാപം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ ഇറങ്ങിവരവുണ്ട്, കൃപയുണ്ട്, ദൈവത്തിന്റെ മേഴ്സി, കരുണയുണ്ട്. നമ്മൾ ആ അർത്ഥത്തിൽ എടുത്താൽ മതി. അത് കുർബാനയിൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അത് ഏത് പാപിയാണെങ്കിലും ലഭിക്കുന്നുണ്ട്. നമ്മൾ ആ അർത്ഥത്തിൽ അതിനെ എടുത്താൽ മതി. നമ്മൾ ഇത് ചോദിക്കാൻ കാരണം ഈ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തായിരിക്കുന്ന അവസ്ഥ, അത് അന്നത്തെ ഒരു പ്രത്യേക അവസ്ഥയിൽ പിതാക്കന്മാർ പറയുക, ബോധപൂർവം തിന്മയിലായിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് അനുദപിക്കുന്ന ഭാവിയെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
വെച്ചാ നമ്മള് വിശുദ്ധ കുർബാനയില് ഈ നമ്മള് കാഴ്ച അർപ്പിക്കുമ്പോ നമ്മള് കാശും പഴങ്ങളൊക്കെ അർപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാമോ വെച്ചാൽ? നമ്മള് ഈ വിശുദ്ധ കുർബാനയിൽ ശരിക്കും ഈശോയുടെ ശരീരം നമ്മൾ പിതാവിന് കാഴ്ച അർപ്പിക്കല്ലേ, അപ്പം നമ്മള് ആളുകൾ ഈ കാഴ്ച അർപ്പണത്തിന്റെ സമയത്ത് ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ ശരിയാണോ അല്ലയോ എന്നൊക്കെ പറയാം. ഇതേ ഉള്ളൂ, ഒരു പുരാതന ലിറ്റർജിയിൽ അങ്ങനെ ഒരു കാര്യമില്ല. കാരണം നമ്മുടെ അർപ്പണത്തിന്റെ പ്രതീകമാണ് അപ്പവും വീഞ്ഞും, അതിനകത്ത് എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊരു അർപ്പണത്തിന് അത് പ്രസക്തിയില്ല. ചുമ്മാ ഒരു ഇൻകൾച്ചറേഷൻ എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്ത ചില കാര്യങ്ങളാണ് അത്. കുർബാന അർപ്പണത്തിന് അപ്പത്തിലും വീഞ്ഞിലും എല്ലാം ഉണ്ട്. അത് വെറും അടുത്ത കാലത്ത് ചില അഡാപ്റ്റേഷൻസ് ആണ്. ഞാൻ ഇതോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ അഡാപ്റ്റേഷൻസ് വരാൻ കാരണമുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആരാധനക്രമത്തിൽ ഇങ്ങനെ മറ്റു റിലിജിയനിൽ നിന്നുള്ള ചില ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു വെച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കൾട്ട് എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതല്ല കുർബാന. കുർബാന ഈ പറഞ്ഞ പോലെ കർത്താവിന്റെ കുരിശിലെ ബലിയാണ്. ആ ഒരു അനുഭവത്തിൽ നിന്നോണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറെ സിമ്പിൾസ് വെക്കുന്നതാണ് കുർബാന, എന്തോ ഒരു ആക്ഷൻ ചെയ്യുന്നതാണ് കുർബാന എന്നുള്ള കുറെ മറ്റുള്ള മതങ്ങളിൽ നിന്നും ഒക്കെ കുറെ കാര്യങ്ങൾ എടുത്തു വെക്കുന്നതാണ് കുർബാന എന്നുള്ള ഒരു തെറ്റായ ചിന്ത പലയിടത്തും ഒരു കൾട്ട് എന്ന നിലയ്ക്ക് മാത്രം ഇതിനെ കാണുന്ന ചില രീതികൾ അടുത്ത കാലത്തുണ്ടായി. അതിന്റെ അനന്തര ഫലമാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ. അത് ഒരു കുർബാനയിലും അതിന്റെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല, അത് അടുത്ത കാലത്ത് മാത്രമുള്ളതാണ്. അപ്പൊ അച്ഛാ, അതിനോട് കണക്ട് ചെയ്ത ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞങ്ങൾ ബോംബെയിൽ നിന്നുള്ളവരാണ്. അപ്പം ഇവിടെയൊക്കെ കുർബാന അർപ്പിക്കുമ്പോഴത്തേക്കും പിള്ളേർ ആദ്യ കുർബാന സ്വീകരിക്കുന്ന അവസരങ്ങളില് 10-12 പിള്ളേരുണ്ടെങ്കിൽ ഓരോ കുട്ടികളുടെയും കയ്യിൽ ഇങ്ങനെ കാഴ്ച വസ്തുക്കൾ പോലെ കൊടുത്തു, അങ്ങനെയാണ് അർപ്പിക്കുന്നത്. അപ്പൊ ഇത് കുർബാനയ്ക്ക് തൊട്ടും മുമ്പ് ബലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കുന്നതിനകത്ത് അർത്ഥമാണ്. ഇപ്പം തിരിക്കല് അങ്ങനെയുള്ള കൊടുത്താൽ കുറച്ചുകൂടെ മീനിങ്. ഈ മറ്റ് കാഴ്ച വസ്തുക്കൾ എന്ന് പറഞ്ഞ കായികനികളും ഒന്നും വെക്കുന്നതിനകത്ത് തന്നെ ഒരു എന്തൊക്കെ ആവശ്യമുണ്ട് അത് ലൈനായിട്ട് എന്ന് കൊടുത്താൽ വലിയ സോക്കെ. അത് കുർബാനയ്ക്ക് ചെയ്യുന്നു. അച്ഛാ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ലത്തീൻ ക്രമത്തില് എമ്പടി ആളുകൾ ഇങ്ങനെ അങ്ങനത്തെ സംഭവം ചെയ്യുന്നുണ്ടല്ലോ? അത് ഈ ലത്തീൻ ക്രമത്തിൽ മാത്രമല്ല, നമ്മുടെ സീറോ മലബാർ ക്രമത്തിലും അങ്ങനത്തെ സംഭവം ചെയ്യാറുണ്ടോ? ഇന്ത്യയിൽ ചെയ്യുന്ന ഈ കാര്യം യൂറോപ്പിലെ ഒരു ലത്തീൻ ക്രമത്തിലില്ല. നിങ്ങൾ ഇറ്റലിയിലെ ഒരു പള്ളിയിൽ ചെന്നാൽ, ഫ്രാൻസിലെ ഒരു പള്ളിയിൽ ചെന്നാൽ, ജർമ്മനിലെ ഒരു പള്ളിയിൽ ചെന്നാൽ, മാർപ്പാപ്പ അത് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുണ്ടോ? ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്യുന്നത് ലത്തീൻ സഭയുടെ മുഴുവൻ കസ്റ്റോഡിയൻസ് ഇവിടെ ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റുകയില്ല. ലത്തീൻ സഭയുടെ കസ്റ്റോഡിയൻസ് പാശ്ചാത്യ സഭയാണ്, അവിടെ അത് ചെയ്യുന്നില്ല. അതല്ല ഈ ഇൻകൾച്ചറേഷൻ എന്നതിന്റെ പേരിൽ അതിനെ പലയിടത്തും ചെയ്ത കാര്യം. നമ്മുടെയൊക്കെ ചില ആദ്യ കുർബാനകളിലൊക്കെ ചില മാതാപിതാക്കൾ വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണം, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിലർ അങ്ങനെ കട്ടായം പിടിച്ചു വരുന്നുള്ളൂ. അത് നമ്മുടെ ഈ സീറോ മലബാർ സഭ അംഗീകരിച്ചുള്ള സാധനമാണത്. അംഗീകരിച്ചോണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ചിലയിടത്തൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ചിലയിടത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യയിലേ ഉള്ളൂ. ഈ പരമ്പരാഗത ലത്തീൻ സഭയിൽ അതില്ല. അച്ഛാ, സീറോ മലബാർ സഭാക്രമത്തിലുള്ള കുർബാന കാണുന്നു, മനസ്സിലാകുന്നു. അതോടൊപ്പം മലങ്കര ക്രമത്തിലുള്ള ഒരു കുർബാന കാണുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഒരു ഭയങ്കര ആ പ്രാർത്ഥനകളുടെ ഒക്കെ ഒഴുക്കും ഒക്കെ ഒരു കൂടുതൽ ഹൃദയത്തെ തട്ടുന്നു. അപ്പൊ അത് ഒന്ന് വ്യക്തമാക്കാവോ? അത് എന്തുകൊണ്ടാണ്? വേറൊരു കാര്യം, ചിലപ്പോ മലങ്കര ക്രമത്തില് നമ്മളെക്കാൾ കൂടുതൽ സിംബൽസ് ഉണ്ട്, കുറെ കൂടി ലോങ് ആണ്, സിംബൽസ് ഉണ്ട്. അത് ചില ക്രമങ്ങളിലുണ്ട്. നിങ്ങളുടെ എല്ലാം സഭയുടെ കുർബാനയാണ്. കുർബാന ഏതാണെങ്കിലും സഭയുടേതാണ്. ചില കുർബാനയ്ക്ക് ചില ക്രമങ്ങൾക്ക് കൂടുതൽ സിംബൽസ് ഉള്ളതുകൊണ്ടും അവരുടെ ഭാഷയും പാട്ടും ഒക്കെ ചിലപ്പം കുറച്ചുകൂടി ഇമ്പകരമാകാം. പക്ഷെ കുർബാനയെല്ലാം നമ്മളിപ്പം പറയുന്നത് ഇപ്പം വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ക്രമമാണല്ലോ ലത്തീൻ ക്രമം. നിങ്ങൾ യഥാർത്ഥ ലത്തീൻ കുർബാന കണ്ടാൽ അതിന്റെ ഗ്രിഗോറിയൻ ചാൻഡൊക്കെ കേട്ടാൽ ഭയങ്കര ഇമ്പകരമാണ്. നമ്മൾ പണ്ട് ഇവിടെ സുറിയാനി കുർബാന ഇരിക്കൊണ്ടിരുന്നു. നമ്മൾ ഈ മലയാളം പറഞ്ഞ പിന്നെ അല്ലേ നമ്മൾ ഈ കൺഫ്യൂഷൻ. സുറിയാനി കുർബാന അന്ന് ഭാഷ അറിയാത്തപ്പം പോലും ഇതിന്റെ പാട്ടും മനോഹാരിത ആളുകൾ ആസ്വദിച്ചിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ
അതുകൊണ്ട് എല്ലാ കുർബാനയും ഈ പ്രത്യേകിച്ച് ഈ ഗ്രിഗോറിയൻ ചാനലിന്റെ ലത്തീനിലുള്ളത് അതിമനോഹരമാണ്. പുരാതന കുർബാനകൾക്കെല്ലാം അതുണ്ട്. എന്നാൽ അതേ ശൈലിയിലാണ് യാക്കോബായക്കാരല്ല മലങ്കരക്കാര് ആ കുർബാന കൊണ്ടുവന്ന് അവർ വലിയ മാറ്റം വരുത്തിയില്ല. ആ ഇമ്പകരമായ ട്യൂണൊക്കെ നിലനിർത്തി. അതുകൊണ്ടാണ് അത് കുറെ കൂടി കൃത്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ഓൾ ദ ലിറ്റർജീസ് ആർ ഈക്വലി ഇംപ്രസീവ്. താങ്ക് യു അച്ഛാ. അച്ഛാ, ഈ യൂക്കറിസ്റ്റിക് പ്രൊസഷനിൽ പലപ്പോഴും കാണാറുണ്ട് പൂവിടുകയും ധൂപിക്കുകയും ആനാവെള്ളം തളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ അനുവദനീയമാണോ? അതോ എങ്ങനെയാ അത് സഭ അതിനെ കാണുന്നത്? അങ്ങനെ യൂക്കറിസ്റ്റിക് പ്രൊസഷൻ നടത്തുമ്പോൾ അല്ല, നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് നമ്മൾ ഇങ്ങനെ യൂക്കറിസ്റ്റിക് പ്രൊസഷൻ ഒക്കെ നടത്തുമല്ലോ. ആരാധനയുടെ സമയത്ത് നമ്മൾ യൂക്കറിസ്റ്റിക് പ്രൊസഷൻ നടത്തുമ്പോൾ പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെ പൂവിടുകയും വിശുദ്ധാനയുടെ ആരാധനയായി ബന്ധപ്പെടുത്തി നമ്മൾ കൂടിയൊക്കെ ചെയ്യുന്നുണ്ട്, ധൂപിക്കുന്നുണ്ട്. ധൂപം പൂർണ്ണമായിട്ട് ലിറ്റർജിക്കലാണ് കേട്ടോ. ധൂപം ഉണ്ടായിരിക്കണം, കുർബാനയിലും ഉണ്ടായിരിക്കണം, ആരാധനയിലും ഉണ്ടായിരിക്കണം. ഈ പ്രൊസഷൻ നടത്തുമ്പം ഈ കൂടുന്നുണ്ട്, അതൊരു പാരമ്പര്യമായിട്ട് നിൽക്കുന്നത്, ഒരു ബഹുമാന സൂചകമായിട്ട്. വിശ്വകുർബാനയുടെ ആരാധന അല്ലെങ്കിൽ തന്നെ അതിന്റെ ഒരു പൂർണ്ണതയിൽ നമ്മൾ നടത്തണം. അത് വിശ്വകുർബാന എവിടെയാണെങ്കിലും സൂക്ഷിക്കുന്നിടത്ത് അല്ലെങ്കിൽ വിശ്വകുർബാന കൊടുക്കാൻ പോകുമ്പോൾ അതിൻ്റെയൊക്കെ ആ പ്രാധാന്യം ഇന്ന് ഒത്തിരി മിനിമൈസ് ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ആരാധന മാത്രമല്ല, വിശ്വകുർബാന എവിടെ സൂക്ഷിക്കുന്നു അവിടെ അതിന്റെ ആ പൂർണ്ണമായ റെസ്പെക്റ്റോടുകൂടി മാത്രമേ സൂക്ഷിക്കാവൂ. നമ്മൾ ഈ ഈശോയെ പുറകിലുള്ള ആളുകൾക്ക് ഈ ഈശോയെ നമ്മൾ വിശ്വകുർബാന കൊടുക്കുമ്പോൾ തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതെന്താണ് അത് അർത്ഥമാക്കുന്നത് വെച്ചാൽ? അത് വിശ്വകുർബാന നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ പണ്ട് കാലത്ത് അച്ഛന്മാര് വളരെ സൂക്ഷിച്ച് വിശ്വകുർബാനയും കൊണ്ട് പോകത്തുള്ളൂ. നമ്മൾ വഴി കൂടെ പോകുമ്പോൾ കൊട പിടിച്ച് വളരെ ഇപ്പം അല്ലാണ്ട് ചെയ്യുമ്പോൾ പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകത്തില്ല. അതുപോലെ കുർബാന പോകുമ്പം കുർബാനയുടെ സിമ്പിളായിട്ട് നമ്മൾ തിരി കത്തിക്കുന്നുള്ളൂ. അത് തന്നെയാണല്ലോ പള്ളിയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ദീപമുണ്ട്. അതുപോലെ കുർബാന സൂക്ഷിക്കുന്നിടത്തും ഒരു ദൈവികതയുടെ അടയാളമായിട്ട് ഒരു തിരി തെളിച്ചിരിക്കണം. അല്ലാണ്ട് നമ്മളിപ്പം ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കുർബാന എല്ലാം പള്ളി തുറക്കുന്നിടത്ത് കുർബാന സൂക്ഷിക്കേണ്ട കാര്യമില്ല. കുർബാന സൂക്ഷിക്കുന്നിടത്ത് അതിന്റെ പൂർണ്ണ ബഹുമതിയോടുകൂടി മാത്രമേ കുർബാന സൂക്ഷിക്കാവൂ. ഒരു ചോദ്യം കൂടെ ചോദിക്കാം, നമുക്ക് അതുകൊണ്ട് നിർത്താം. സമയം എല്ലാവരും ചോദിക്കാണ്ട് ചോദിക്കാം കേട്ടോ. ഒരു ചോദ്യം. അതെ, അതുപോലെ ഇപ്പോഴത്തെ ഈ പള്ളികളിലെല്ലാം ഈ ഈശോയുടെ കുരിശുരൂപം മാറ്റിയിട്ട് നമ്മളെ യൂറോപ്യൻ രൂപം വെക്കുന്നുള്ളൂ ഇപ്പോഴത്തെ പള്ളി. അത് ഓരോ സ്ഥലത്തും അങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പുതുതായിട്ട് പണിയുന്ന എല്ലാ പള്ളികളും തന്നെ അങ്ങനെയാണ് വെക്കുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനം എന്താ? അത് സ്ഥലത്തുള്ള കാറ്റഗിസത്തിന്റെ വെളിച്ചത്തിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു മതബോധനത്തിന്റെ വെളിച്ചത്തിൽ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഉയർപ്പാണെങ്കിലും മരണമാണെങ്കിലും ഇത് പരസ്പര ബന്ധിതമാണ്. ഒന്നൊന്നിന് എതിരെ ഉയർപ്പ് മരണത്തിലേക്ക് ഈ ബന്ധത്തിലെ നമുക്ക് ഏത് രൂപമാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഉയർപ്പിൽ നിന്നുകൊണ്ട് കാണുന്നത് കൊണ്ട് അതിന് എംഫസിസ് കൊടുക്കും, പക്ഷെ മറ്റതിനെ നിഷേധിക്കുകയല്ല. ഓക്കെ, പണ്ടൊക്കെ നമ്മളിങ്ങനെ ഈ പറഞ്ഞു ചോദിച്ചോ കാലം കൊണ്ടാണല്ലോ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പള്ളികളൊക്കെ ഇതിലും അങ്ങനെ വരുന്നില്ല. അതെന്താ? ഇപ്പോഴത്തെ പള്ളിയിൽ വന്നപ്പോൾ നമ്മൾ കുറെ കൂടി നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് വത്തിക്കാൻ കൗൺസിലിന് ശേഷം പുനരുദ്ധരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം. നമ്മൾ ഇപ്പോഴത്തെ പള്ളികൾ എടുത്താലും അതിന്റെ ആർക്കിടെക്ചർ, അതിന്റെ പള്ളികളുടെ മനോഹാരിത ഇതെല്ലാം പഴയതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കണക്കിലെടുക്കണം. ആ ദൈവികതയുടെ അടയാളങ്ങൾ ഒത്തിരി പുതിയ പള്ളികളിൽ നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കൂട്ടാതെയല്ല, അതെപ്പോഴും നന്നായിട്ട് അത് പ്രൊജക്ട് ചെയ്യുന്നു. നമ്മൾ പുതിയ പള്ളികളെ നോക്കിക്കുക, അതിന്റെ മനോഹാരിത നല്ലതാണ്. സമയം കഴിഞ്ഞു. ഇന്ന ദിവസം ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും